നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. He's waking, he's walking, he's snowing, he's growing. He's waking, he's walking, he's snowing, he's growing, he's moving, he's slowing, he's gonna do the showing. You gotta hear the story, cause it's gonna be rocking. ഡെന്നിസ്, ഇതെന്തിനാ ഇങ്ങനെ കാണിക്കുന്നേ? സുരേഷ് ഗോപിയാണ് ആദ്യം ഒന്ന് രജിസ്റ്റർ ചെയ്യട്ടെ. അത് നീത്തല്ലാതെ വേറൊരു വഴിയില്ല. എന്തിനാ കരയുന്നേ? മഞ്ജു വാര്യരൊന്ന് രജിസ്റ്റർ ചെയ്യാൻ ഞാൻ എന്തോ ചെയ്യാനാ? അതിച്ചിരി കടുക്കും. എന്തായാലും വന്നതല്ലേ, വന്ന കാര്യം നടക്കട്ടെ. ഡെന്നിസ്, ഈ ജയിലിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട എന്റെ നിരഞ്ജൻ കിടക്കുക. നിരഞ്ജൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പിന്നെ ഒരു കുറ്റം ചെയ്യാതെ തുളസിയിലിട്ട് ആവി പിടിച്ചല്ലോ നിരഞ്ജനെ പിടിച്ച് ജയിലിൽ ഇട്ടു. എന്നാലും ഞാൻ എന്റെ നിരഞ്ജനെ കാണാൻ വന്നപ്പോ വെറുങ്കയോടെയാണല്ലോ വന്നത്. കുറച്ച് ഫ്രൂട്ട്സ് പോലും മേടിച്ചില്ല. ഫ്രൂട്ട്സ് മേടിച്ചു കൊടുക്കാൻ നിരഞ്ജനകത്ത് പ്രസവിച്ചു കിടക്കുമല്ലോ. ജയിലിൽ കിടക്കുന്നവർക്ക് ഒരു പാക്കറ്റ് ബീഡി, അതാ സ്ഥിരം പതിവ്. അയ്യോ, എന്റെ നിരഞ്ജൻ അങ്ങനെ വലിക്കില്ല, കുടിക്കില്ല. എന്തിന്? സാക്ഷാൽ ഐശ്വര്യറായി വന്ന അടുത്ത് നിന്നാ പോലും തിരിഞ്ഞോലും നോക്കില്ല. നോക്കില്ല? ഇല്ല. എന്നാ പിന്നെ തൂക്കിക്കൊല്ലുന്നത് തന്നെ നല്ലത്. ഇതൊക്കെ ജീവിതത്തിന് വേണ്ടി എന്തോ എടുക്കാനാ? മനുഷ്യനായ എന്തെങ്കിലും ഒക്കെ വേണ്ടി. എന്താ പറഞ്ഞേ? അല്ല, കോടതി വിധിയല്ലേ, നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. എംജി ശ്രീകുമാറിനെ അനുഗ്രഹിക്കുകയാണ്. അല്ല, കരഞ്ഞതാ. പിന്നെ കുഴപ്പമില്ല. നാളെ എന്റെ നിരഞ്ജനെ തൂക്കിക്കൊല്ലും. പിന്നെ ഞാൻ എങ്ങനെ എന്റെ നിരഞ്ജനെ കാണും? വേണേ നമുക്ക് ഹോജാബോഡി വിളിച്ചു വരുത്താം. അപ്പൊ ബൈക്കിലൊക്കെ കറങ്ങാൻ പറ്റുമോ? ആണ്ടടാ, ഹോജാബോഡി വിളിച്ചു വരുത്തില്ല ബൈക്കിൽ കറങ്ങാൻ പറ്റുമോ? ടെന്നീസ് ഇതുവരെ നിരഞ്ജനെ കണ്ടിട്ടില്ലല്ലോ. ഒന്ന് കണ്ടു നോക്കണം. ആപ്പിൾ കണക്കായിരിക്കുന്നെ. അതെന്താ അവന്റെ തല ഇങ്ങോട്ടുണ്ടാ? ഞാനും ആപ്പിൾ കണക്കല്ലേ ഇരിക്കണം. ടെന്നീസും ആപ്പിൾ പോലെ തന്നെ ഇരിക്കുന്നെ. അതെ, എനിക്ക് പെട്ടെന്ന് ചെല്ലണം. എനിക്ക് പശുക്കളെയൊക്കെ നോക്കാനുള്ള. പിന്നെ നിരഞ്ജനെ കണ്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഇറങ്ങണം. എനിക്ക് ഈ ജയിലിൽ വന്ന അധികം ശീലമില്ല. പേടിക്കണ്ട, ഇതൊരു നല്ല തുടക്കമായിരിക്കും. അത്ര കേറണ നിരഞ്ജന്. അതെ, കോളേജ് പഠിച്ചിരുന്നേ നിരഞ്ജൻ അവിടുത്തെ ഹീറോ ആയിരുന്നു. നിരഞ്ജൻ എന്തൊക്കെ കഴിവുണ്ടായിരുന്നെന്ന് അറിയോ? എന്ത് കഴിവ്? ചുണ്ട് തമ്മിൽ കൂട്ടിമുട്ടാതെ കൊക്കോ കോള എന്ന് പറയും. ഇതൊക്കെ ഒരു കഴിവാണോ? കൊക്കോള എന്ന് പറയുമ്പോ ചുണ്ട് രണ്ട് കൂട്ടുമുട്ടത്തില്ലല്ലോ. ഒന്ന് പെപ്സി എന്ന് പറഞ്ഞേ. പെപ്സി ചുണ്ട് രണ്ട് കൂട്ടിമുട്ടി. അതുമല്ല, നിരഞ്ജന് ചുണ്ട് രണ്ട് കൂട്ടുമുട്ടാതെ കൊക്കോള, എനിക്ക് ചുണ്ട് രണ്ട് കൂട്ടുമുട്ടുന്ന പെപ്സി. അടുത്ത ന്യായവാടി. അതൊക്കെയാണ് നിരഞ്ജന്റെ ന്യായം. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിരഞ്ജനാണോ ആദ്യം വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞ, അത് ആമിയാണോ ആദ്യം ഇഷ്ടമെന്ന് പറഞ്ഞ? ഞാനാ ആദ്യം ഇഷ്ടമെന്ന് പറഞ്ഞേ. അപ്പൊ ചെന്ന് കയറി കൊടുത്തതാ. അയ്യോ, എന്റെ നിരഞ്ജൻ വരുന്നു. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലും. അഭിരാമി, നിരഞ്ജൻ. അപറാബി അപറാബി അപറാബി. ആണ്ടടാ, കമലഹാസൻ കയറി വരുന്നു. അഭിരാമി, കരയരുത് അഭിരാമി, കരയരുത്. നീ കരയുന്നത് താങ്ങാനുള്ള ശക്തി എനിക്കില്ല. നിരഞ്ജൻ, ഞാൻ എങ്ങനെ കരയാതിരിക്കും? ഞാൻ ഇനി എങ്ങനെ നിരഞ്ജനെ കാണും? നാളെ ഞാൻ മരിച്ചാലും ഒരു നക്ഷത്രമായി ആകാശത്ത് ഞാൻ അവിടെ ഉണ്ടാവും. അങ്ങനെ ഞാൻ എന്റെ അഭിരാമിയെ കാണും. ചത്താലും വിടരുതടാ. ഇതേതായി കാറിന്റെ മുന്നിലിരിക്കണ പാവ? അയ്യോ, അത് പാവയല്ല, ബെത്ലഹേമിലെ ഡെന്നിസാ. ബെത്ലഹേമിലെ യേശു അല്ലേ? അയ്യോ, അതല്ല. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഫാമൊക്കെ ഉള്ളൊരു ഡെന്നിസ്, അതാ ഇത്. ജയിലിലേക്ക് വരുന്ന അഭിരാമിയുടെ എല്ലാ കത്തുകളിലും ഈ ബെത്ലഹേമിലെ ഷട്ടിൽ ബാറ്റിനെ കുറിച്ച് പറയാറുണ്ട്. എന്തോ ഒരു ഗെയിമായിരുന്നല്ലേ? നിങ്ങൾ നല്ലവനാണ്. എന്റെ സ്വപ്നങ്ങളിൽ ഞാൻ തന്നെ നെയ്തെടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആ ഫാമും ആ ബെത്ലഹേമും ഒക്കെ. നിരഞ്ജൻ, നിങ്ങൾ ഇങ്ങനെ വിഷമിച്ച് നിൽക്കരുത്. പിന്നെ നാളെ തൂക്കയേറേറ്റാൻ പോകുന്ന ഞാൻ കൈകൊട്ട് പെണ്ണെ, കൈകൊട്ട് പെണ്ണെ, കൊഞ്ചും വളയിട്ട് കൈകൊട്ട് എന്ന് കളിച്ചുകൊണ്ട് നിൽക്കാം. ഒരു കാര്യം അറിയോ? എന്താ? നിരഞ്ജൻ ഈ ജയിലിലേക്ക് വന്നതിന് ശേഷം ഞാൻ ഒരു രാത്രി പോലും ഉറങ്ങിയിട്ടില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. സൂപ്പർ അജന്റെ ഫോൺ വെച്ച് നോക്കുമ്പോ പച്ച ലൈറ്റും കത്തിച്ച് ഓൺലൈൻ ഇരിക്കുന്ന ഞാൻ കാണത്തില്ലെന്ന് വിചാരിച്ചു. അത് പിന്നെ സമയം പോകാൻ വേണ്ടി നമ്മളെ പണ്ടത്തെ വീഡിയോ കാണുന്നതാ. എനിക്ക് അവസാനമായിട്ട് 2 ആഗ്രഹങ്ങളുണ്ട്. അത് അഭിരാമിയും പിന്നെ ഹോക്കിയും നടത്തി തരണം. എന്റെ പേരെന്തായിരുന്നു? എന്താണ് ആഗ്രഹങ്ങൾ? ഒന്ന്, എനിക്ക് എന്റെ പഴയ കുട്ടിക്കാലത്തിലോട്ട് പോകണം. ശരീരം കൊണ്ടാവില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും എനിക്ക് പോകണം. അതിന് നിങ്ങൾ എനിക്ക് ഈ ജയിലിന്റെ ഉള്ളിൽ ഒരു ഊഞ്ഞാല് കെട്ടിത്തരണം. ആ ഊഞ്ഞാലിരുന്ന് ഈ ജയിലിന്റെ ചുറ്റുമലിന്റെ അത്രയും പൊക്കത്തിലിരുന്ന് എനിക്ക് ആടണം. ജയിലിൽ ചാടണമെങ്കിൽ അത് പറയണം. അതിനിങ്ങനെ സാഹിത്യപരമായിട്ട് വളർത്തടി
കാണിക്കരുത്, ഞാൻ പറഞ്ഞേക്കാൻ. നിരഞ്ജൻ, എനിക്ക് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. അത് നിരഞ്ജൻ എനിക്ക് സാധിച്ചു തരണം. എന്താ? നിരഞ്ജൻ വിട വാങ്ങുന്നതിന് മുമ്പ് നിരഞ്ജൻ ഈ താലി എന്റെ കഴുത്തിൽ കെട്ടണം. എന്നെ ഒരു പാപവും കൂടെ ചെയ്യാൻ പ്രേരിപ്പിക്കരുത്. നിരഞ്ജൻ, ടൈം ഓവർ. സാർ പ്ലീസ് സാർ, പ്ലീസ് സാർ, ഞാൻ ഇപ്പൊ വരാം സാർ, പ്ലീസ് സാർ. ടൈം ഓവർ ആണ്. അഭിരാമി, ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ് അഭിരാമി. അഭിരാമി, എനിക്കത് സാധിച്ചു തരണം. എന്താ നിരഞ്ജൻ? ഈ ക്യാരം ബോർഡിനെ കെട്ടണം. ഏണി ബമ്മും, ജാവ്ലിംഗ് ത്രോ, കെട്ടണം പ്ലീസ്. ഇല്ല നിരഞ്ജൻ, പറ്റില്ല. പ്ലീസ് അഭിരാമി, പ്ലീസ്. ഇല്ല നിരഞ്ജൻ, എന്നെ കൊണ്ട് അതിന് ഒരിക്കലും സാധിക്കില്ല. നീ എന്നെ ഇത്രയെങ്കിലും സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ, ഉള്ളിൽ ഇത്രയെങ്കിലും നന്മ ബാക്കിയുണ്ടെങ്കിൽ പ്ലീസ്. നിരഞ്ജൻ, ഞാൻ വേണമെങ്കിൽ മരിക്കാതെ നിരഞ്ജന്റെ വിധവയായിട്ട് ജീവിക്കാം. എന്നാലും ഇതിനെ എനിക്ക് വേണ്ട. അത്ര കഴിക്കണ്ടേ ഞാൻ? മിസ്റ്റർ സ്പോർട്സ്, അതാവുമ്പോ എല്ലാം ഉണ്ടല്ലോ. നിങ്ങൾ അത് വിട്. ഇതെന്റെ അവസാനത്തെ ആഗ്രഹമാണ്. നിങ്ങൾ എനിക്ക് സാധിച്ചു തരണം. അഭിരാമിയെ കെട്ടണം. നിരഞ്ജൻ, ടൈം ഓവർ. പ്ലീസ് സാർ, പ്ലീസ് സാർ. താടിക്കറി കെട്ടാൻ പറ്റുന്നൊന്നല്ല ഈ താലി കെട്ടുന്നത്. നമുക്ക് ഇത് വീട്ടുകാരോടൊക്കെ സംസാരിക്കണം. ഞാൻ അമ്മയോട് പോലും വിളിച്ചു പറഞ്ഞിട്ടില്ല. അത് നിങ്ങൾക്ക് പിന്നെയും പറയാലോ, പ്ലീസ്. എനിക്ക് താലി കെട്ടാൻ പറ്റത്തില്ല. അതെന്താ? എനിക്ക് താലി കെട്ടിക്കുന്ന അപ്പ ഉണ്ണണം. അതിനുള്ള സംവിധാനം ഒന്നും ഇവിടെ ഇല്ലല്ലോ. അത് നിങ്ങൾക്ക് വെളിയിൽ പോയാലും കഴിക്കാമല്ലോ. പക്ഷെ ഈ രംഗം ഓർത്ത് വേണം നാളെ തൂക്കേറേറ്റുമ്പോ എനിക്ക് എന്റെ കണ്ണുകൾ അടയ്ക്കാൻ. നിരഞ്ജൻ, ടൈം ഓവർ. സാർ പ്ലീസ്, സാർ പ്ലീസ്, ഞാൻ ഇപ്പൊ വരാം സാർ, പ്ലീസ്. അതെ, ഇത് ഞാൻ മാത്രം സമ്മതിച്ചിട്ട് കാര്യമില്ലല്ലോ, അവളോട് സമ്മതിക്കണ്ടേ? അവള് സമ്മതിക്കും. എന്റെ അഭിരാമി, ഞാൻ പറഞ്ഞാ സമ്മതിക്കും. നിങ്ങളൊന്ന് കെട്ടി നോക്ക്. നോക്കല്ലേ അഭിരാമി? ഡെന്നീസ്, ഉള്ള സഹകരണം കൂടെ കളയരുത്. ഞാൻ അപ്പോഴേ പറഞ്ഞതാ വേണ്ടത്. ഞാൻ ഇപ്പോൾ യൂബർ വിളിച്ച് വീട്ടിൽ പോ, വീട്ടിലുള്ള എല്ലായിടത്തും പറയും. നിരഞ്ജൻ, അവള് സമ്മതിക്കുന്നില്ല. ഒന്നാമതേ ഒരു തൂക്കേറിൽ ഏറ്റാൻ പോകുന്ന പ്രതിയാണ് ഞാൻ. ഇനി ഒരു കൊലപാതകവും കൂടെ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് ഇത് തന്നെയായിരിക്കും ശിക്ഷ. മിക്കവാറും നിങ്ങളെ കൊന്നിട്ടായിരിക്കും ഞാൻ പോണത്. മരിയൊക്കെ താലി കെട്ട്. എനിക്ക് എന്തിന്റെ കേടായിരുന്നു? പശുവിനെ നോക്കി ഇരിക്കാനുള്ളതിന് എവളുടെ വിളിയും കേട്ട് പോരേ ചെയ്യുമ്പോ മനുഷ്യൻ വെട്ടൽ ഞാൻ എന്ത് ചെയ്യും? എല്ലാം നോക്കാം. അതെ, ഒന്ന് ഹെൽപ്പ് ചെയ്യും അഭിരാമി. ഡെന്നീസ്, അയ്യോ! ഡെന്നീസ്, വേണ്ട. ഞാൻ പറഞ്ഞതാണ് ഡെന്നീസ്, വേണ്ട. ആഹാ, അവളെ വിളിക്കാം അഭിരാമി, നിൽക്കാൻ. ഇല്ല, പറ്റില്ല. ആഹാ, കബഡി 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 ഡെന്നീസ്, വേണ്ട ഡെന്നീസ്, വേണ്ട. കബഡി 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 കബഡി. ഡെന്നീസ്, വേണ്ട ഡെന്നീസ്. നിരഞ്ജൻ, ടൈം ഓവർ. സാർ പ്ലീസ് സാർ, ഈ കബഡികളൊന്ന് കഴിയട്ടെ. ഇവരെ ഞാൻ കല്യാണം കഴിപ്പിച്ചിട്ട് വരാം. ഡെന്നീസ്, വരാം. പശുവിന് മൂക്കേറാട്ടാ ഇത്രയും പാടി. ഈ മോതിരം ഒന്ന് തരാൻ പറ്റുമോ? പെട്ടെന്ന് എടുത്തിട്ട് അങ്ങോട്ട് മാറ്. അഭിരാമി, തോരി സ്വർണം കിടക്കണ്. എവിടെ? കെട്ടടാ താലി. എന്നോട് പൊറുക്കണം അഭിരാമി. അത് കൊള്ളാം. ഞാൻ താടി കെട്ടിട്ട് അവള് യവന്റെ കൂടെ പൊറുക്കണം. ക്ഷമിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നിങ്ങളൊന്ന് ക്ഷമിക്കും. ഇനി ഞാൻ കരയില്ല അഭിരാമി. യവനിനി എന്തിനു കരയണം? കരയാനുള്ള എല്ലാ സ്കോപ്പും എനിക്ക് അങ്ങോട്ടല്ലല്ലോ പോണേ. എനിക്ക് സന്തോഷായി അഭിരാമി, എനിക്ക് സന്തോഷായി. ഒരു നന്മയും കൂടെ ചെയ്യാൻ എനിക്ക് സാധിച്ചല്ലോ. അഭിരാമി, കരച്ചിലൊക്കെ മാറ്റി വന്ന് അനുഗ്രഹം മേടിക്കൂ. അഭിരാമിക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. വന്ന് അനുഗ്രഹം മേടിക്കൂ. രണ്ടും ചേരേണ്ടത് തന്നെ ചേർന്നത്. ഇനി എനിക്ക് ഒന്നും പറയാനില്ല. അല്ല, ഇയാൾക്ക് ഇപ്പൊ വിളിക്കണ്ടേ? ഇപ്പൊ എന്താ വാക്കാത്ത പഴം ഇരിക്കണോ? കൊടുക്കാത്ത വിളിയായിരുന്നല്ലേ? നിനക്ക് വേണമെങ്കിൽ വന്ന് കേറ്. എന്തായാലും നാളെയും കൂടെ അല്ലേ ഉള്ളൂ നിന്റെ കുന്തളിപ്പ്. സത്യം തന്നെയാണ്. എന്തായാലും ഞാൻ പോവുക. ഇനി ഞാൻ തിരിഞ്ഞു നോക്കില്ല. തിരിഞ്ഞു നോക്കിയാൽ ഈ ചിത്രം എൻ്റെ ഓർമ്മകളിൽ നിന്നും മാഞ്ഞു പോവും. അതെനിക്ക് സാധിക്കില്ല. ഞാൻ പോവുക. അഭിരാമി, ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ അമരത്തണലിലുറങ്ങാൻ. എടാ കാല, അടുത്ത് ഞാൻ അപ്പോഴേ പറഞ്ഞാണ് ഞാൻ തിരിഞ്ഞു നോക്കൂലെന്ന്. പിന്നെ നീ എന്തിനാടാ പുറകെന്ന് വിളിക്കണേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുന്നിൽ വന്ന് പറ. എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹമുണ്ട്. എന്താ? എന്റെ പേരൊന്ന് തെറ്റാതെ വിളിക്കാവോ? ബെത്ലഹേമിലെ ബെത്ലഹേമിലെ
സാനിയ മിർസ. സാനിയ മിർസയോ? സാനിയ മിർസ ടെന്നീസ് കളിക്കുന്ന ആളാണല്ലോ. അങ്ങനെങ്കിൽ ഈ വായിന്ന് ടെന്നീസ് ഒന്നും വന്നല്ലോ. നല്ല ഉഗ്ര സ്കിറ്റായിരുന്നു, നല്ല കൈഡി. നസീർക്ക മക്കളെ ഗംഭീരമായിരുന്നു കേട്ടോ. Thank you. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഏത് ബുദ്ധിയാണെങ്കിലും ആരാ എഴുതി തന്നെങ്കിലും അത് ഇത്ര മനോഹരമായിട്ട് നിങ്ങളിവിടെ അവതരിപ്പിക്കുക എന്നുള്ളത് ഭയങ്കരം തന്നെയാണ്. Thank you. 3 പേരും കേട്ടോ. Thank you. ലാസ്റ്റാണ് ലാലേട്ടൻ്റെ ആ ക്യാരക്ടർ വരുന്നതെങ്കിലും അതിന് മുമ്പ് 2 പേരും ലാലേട്ടനും വന്നു കഴിഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത കേട്ടോ. നിങ്ങൾ ഓരോ കൗണ്ടറുകളും നമുക്ക് പെറുക്കിയാണ് തരുന്നത്. എല്ലാം ചിരിക്കാനുള്ള രീതിയിലുള്ള കൗണ്ടറുകളാണ്. ഫുള്ള് നല്ല സിറ്റുവേഷനും അടിപൊളിയായി. ഒരുപാട് ഞാൻ പറയുന്നില്ല, ഗംഭീരമായിരുന്നു. ഇതിലും നല്ല നല്ല സ്കിറ്റുകളുമായിട്ട് ഇനിയും വരിക നിങ്ങൾ. താങ്ക് യു നസീർക്ക. പ്രചോദേട്ടാ സൈന്ധവ് ദേവി നിത പൊളിച്ചടിക്കും കേട്ടോ. അടിപൊളിയായിരുന്നു. ഡെന്നീസ് എന്ന് പറയാൻ പെടുന്ന പാട് അതെ. ലോകത്തുള്ള എല്ലാം പറഞ്ഞ് അവസാനം ഞാൻ ചിരിച്ചു പോകും. സ്പോർട്സ് അതെല്ലാം ഉണ്ടല്ലോ. പിന്നെ എല്ലാവരും 3 പേരും നല്ല രസമായിട്ട് ഒന്നും മറക്കാതെ, അതായത് ഒരു കൗണ്ടർ പോലും മറക്കാതെ എല്ലാ കൗണ്ടറുകളും കൃത്യമായി പഠിച്ച് ചെയ്തൊരു ഉഗ്രം കഴിഞ്ഞ കൊണ്ടുവരികയാണ് കേട്ടോ. അടിപൊളിയായിരുന്നു. എത്ര എന്താ പറയുന്നത്, എനിക്കത് അതിനെക്കുറിച്ച് നിർവഹിക്കാൻ പറ്റില്ല. അത്ര ഗംഭീരമായിട്ട് നിങ്ങൾ ചെയ്ത് 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. താങ്ക് യു ചേട്ടാ. ഷാജോ ചേട്ടാ സൈന്ധവ്, ദോ, നിത, ദേവി ലക്ഷ്മി ഉഗ്രൻ സ്കിറ്റായിരുന്നു. thank you. 3 പേരും മനോഹരമായിട്ട് പെർഫോം ചെയ്തു. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആ, ദേവി മോള് കണ്ടിട്ടുണ്ടാവില്ല, സൈന്ധവും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഉണ്ട്. കണ്ടപ്പോഴോ നേരത്തെയോ? നേരത്തെ കണ്ട ഇടയ്ക്കത്തെ ഒരു സീന് കണ്ടിട്ടുണ്ട്. ആണല്ലേ. 3 പേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തു. നല്ല തമാശകളുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ആദ്യം വന്നപ്പോൾ തന്നെ ഫസ്റ്റ് ടേക്ക് ഓഫ് തന്നെ കലക്കി. സുരേഷ് ഗോപിയായിട്ട് ഞാനൊന്ന് രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴാണ് നീത പറയുന്നത് ഞാൻ മഞ്ജു വാര്യരാണെന്ന് എന്ത് ചെയ്യും, അതിച്ചിരി പാടുപെടും. അവിടെ മുതലൊരു കേറ്റൽ അങ്ങോട്ട് കയറിയിട്ട് നല്ല നല്ല തമാശകൾ കണ്ടിന്യൂസ് ആയിട്ട്. അത് കഴിഞ്ഞപ്പോഴാണ് ഒരാള് വരുന്നത്, നമ്മുടെ മോഹൻലാല് പെറുക്കിയാ വന്നേ. അയ്യോ, വന്ന് ഈ ഡോളൊക്കെ നടന്നു വരുന്നത് നമ്മള് കീ കൊടുത്തിട്ട് എന്ന് പറഞ്ഞ പോലെ ഒരാള് വന്നങ്ങോട്ട് നിന്നിട്ട് ആ ഡെന്നീസ് എന്ന് പറയാൻ ചിരിച്ച് മറിഞ്ഞ് ഞാൻ. ഉഗ്രനായിരുന്നു. ഈ നിങ്ങൾ 3 പേര് നന്നായിട്ട് പെർഫോം ചെയ്തു. ഞാനിന്ന് രാവിലെ മേക്ക് റൂമിൽ ഇരുന്നപ്പോൾ 3 പേരും വന്ന് ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്തിട്ട് പോയപ്പോൾ സൈന്ധവ് പറഞ്ഞു ഇന്ന് പൊരിക്കും. ആ ആരാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇന്ന് അപ്പോഴേ എനിക്ക് തോന്നി ഇവൻ എത്ര കോൺഫിഡൻസ് ആയിട്ട്. അല്ല പിന്നെ ഷാന വളരെ കൂളായിട്ട് ഇവിടെ നടന്നു വരും. വേറെ റിഹേഴ്സൽ ഒന്നും വേറെ ടെൻഷൻ ഒന്നും ഇല്ലാതെ ഇതിനകത്ത് റൂം ലോക്ക് ചെയ്തിട്ട് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. പ്രാക്ടീസ് ആയിരുന്നു അല്ലേ. ഞാനിങ്ങനെ മുട്ടി ചോറ് വന്നപ്പോ ഇവരെ കണ്ടു. കാണുമ്പോ നമുക്കൊന്നും മനസ്സിലാത്തില്ലല്ലോ. പൊളിഞ്ഞ് നന്നായിരുന്നു കേട്ടോ. 3 പേരും അടിപൊളിയായിരുന്നു. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കൃത്യമായിട്ട് ഒരു മിസ്റ്റേക്ക് പോലും വരുത്താതെ നിങ്ങൾ വളരെ ക്ലാരിറ്റി ആയിട്ട് സംസാരിച്ചു. 3 പേരും സൂപ്പറായിരുന്നു. ഇനി ഒരുപാട് പൊട്ടിച്ചിരികളുമായിട്ട് വരണം. ഓക്കെ, ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. നമ്മൾ എപ്പോഴും പറയാറുള്ള പോലെ ഇതുങ്ങൾ ഇവിടെ വന്ന് ഒരു 3-4 ദിവസത്തെ ഗ്രൂമിങ്ങും പിന്നെ 2 ദിവസത്തെ ഷൂട്ടും ഒക്കെ ഇങ്ങനെ ഓടി നടന്ന് ചെയ്യണമെങ്കിൽ ഇവർക്ക് സപ്പോർട്ടായിട്ട് കുറച്ച് സ്ട്രോങ് കരങ്ങൾ ഇവരുടെ കൂടെ തന്നെ ഉണ്ട്. പേരൻസ് ഉണ്ട്, ഇവരുടെ കൂടെ വന്നിട്ടുണ്ട്. ആരാ വന്ന വീട്ടിൽ നിന്ന്? എന്റെ കൂടെ അമ്മൂമ്മ വിളിക്ക്. ആരാ വന്നേ? അമ്മ. ആ അപ്പം 2 അമ്മമാരെയും 1 അമ്മൂമ്മയെ നമുക്ക് ഇങ്ങോട്ട് വിളിക്കാം. നല്ല കൈഡി കൊടുത്താൽ അവർ 3 പേരും വരും. 3 പേർക്കും നമ്മുടെ കുടുംബത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം കേട്ടോ. അപ്പൊ ദേവിയുടെ അമ്മയിൽ നിന്ന് പരിചയപ്പെട്ടു തുടങ്ങാം അല്ലേ? പറഞ്ഞോ, പേര് പറ. എന്റെ പേര് സരിത. നമസ്കാരം. സരിത എന്താ വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ല, ഹൗസ് വൈഫാണ്. ഹൗസ് വൈഫാണ്. ഓക്കെ. എങ്ങനെയുണ്ട് മോള്? വീട്ടില് തമാശയൊക്കെ ഉണ്ടോ? അതേ ഉള്ളൂ. ഇവള് പഠിക്കൂ അതാണ് അറിയുന്നത്. ഫസ്റ്റ് ആണ്. ഫസ്റ്റ് ആണോ? അതെ. അമ്പടാ, അത് നല്ല കൈ കേട്ടാ. അത് സത്യമാണോ മോൾ? എന്തെങ്കിലും നീ കൈക്കുരു കൊടുത്ത് പറയിപ്പിച്ചിട്ടല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ കുഴപ്പമില്ല. അച്ഛൻ എന്ത് ചെയ്യുന്നു? അച്ഛൻ ബിസിനസ്സാണ്. എവിടെയാണ് നിങ്ങളെ സ്ഥലം? എവിടെയാണ്? ഞങ്ങള് കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് ആണ്. അവിടെ പൊന്മന എന്നുള്ള സ്ഥലമാണ്. മോള് പഠിക്കുന്ന ഏത് സ്കൂളിലാണ് മോളെ? SRK ഇന്റർനാഷണൽ സ്കൂൾ. ഓ, SRK ഇന്റർനാഷണൽ സ്കൂളിലെ നമ്മുടെ ദേവി മോളുടെ എല്ലാ ടീച്ചേഴ്സിനും എല്ലാ ഫ്രണ്ട്സിനും ഞങ്ങളുടെ എല്ലാ ഫാമിലിയുടെ ഒരു വലിയ ഹായ് കേട്ടോ. നിതയുടെ അമ്മയല്ലേ? പറഞ്ഞോളൂ, പേരെന്താണ്? ശ്രീദേവി. ശ്രീദേവി.
എന്താണ് വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫാണ്. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് റിയാദില്. ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ഒക്കെ നീതയുടെ? ഒരു ചേട്ടനുണ്ട്. എന്താണ് ചേട്ടന്റെ പേരെന്താ? ബിപിൻ. എങ്ങനെയാണ് മനസ്സിലായത് മോൾക്ക് ഇങ്ങനെ ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അതിനൊന്ന് പ്രൊമോട്ട് ചെയ്യണം എന്നൊക്കെ എങ്ങനെയാണ് തോന്നിയത് ആദ്യം? കുഞ്ഞില് ഡാൻസ് ഒക്കെ ചെയ്യുമായിരുന്നു. ഓക്കെ. അപ്പോ ഇങ്ങനെ ഫ്ലവേഴ്സിൽ ഇങ്ങനെ ഓഡിഷൻ വന്നപ്പോ ഞങ്ങൾ കൊണ്ടുവന്നു. ഓക്കെ. അപ്പോൾ ഫ്ലവേഴ്സിൽ വന്നപ്പോൾ ഓഡിഷന് കിട്ടുമെന്നൊരു പ്രതീക്ഷ ഇല്ലായിരുന്നു. അപ്പോൾ ഓഡിഷന് കയറി. പക്ഷേ ഗ്രൂമേഴ്സ് ആണ് ഇതുവരെ എത്തിച്ചത്. ഇവിടെ നിൽക്കാൻ പറ്റിയത് അത് തന്നെയാണ്. അമ്മ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. ഇതാ ഒരു കെമിസ്ട്രി ടീച്ചറിന്റെ സൗണ്ട് പോലെ. ടീച്ചറായിരുന്നു. ആ, ഏത് വിഷയമായിരുന്നു? ഹിന്ദി. അതാ ഒരു ടീച്ചറിന്റെ നല്ല. അതെ 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 അല്ലേ. എന്തായാലും വളരെ സന്തോഷം വിനീതയുടെ മമ്മിയും കാണാൻ പറ്റിയതില് കേട്ടോ. സൈന്ധവിന്റെ അമ്മ, ഹലോ, കാര്യം സൈന്ധവിന്റെ അച്ഛൻ, അമ്മ, ചേച്ചി എല്ലാരും ഉണ്ടായിരുന്നു അവിടെ അല്ലേ? ഇവിടെ എല്ലാരും നമ്മൾ പരിചയപ്പെട്ടു. എല്ലാരും നമ്മുടെ പ്രേക്ഷകർക്കും അറിയാം. അതെ. ഹലോ അമ്മമ്മി. പറ പേര് പറ. എന്റെ പേര് രമണി. രമണി. സ്ഥലം ഓച്ചിറ. ഓച്ചിറ. ഞാൻ സൈന്ധവിന്റെ അമ്മയുടെ കുഞ്ഞമ്മയാണ്. അമ്മയുടെ കുഞ്ഞമ്മ. സൈന്ധവിന്റെ അമ്മയുടെ കുഞ്ഞമ്മ. ഓക്കെ ഓക്കെ. കുഞ്ഞമ്മ വെറുതെ എലാബറേറ്റ് ചെയ്യാൻ പോകണ്ട. അപ്പൊ എങ്ങനെ നാട്ടിൽ ഭയങ്കര സ്റ്റാർ ആണോ? പഠിക്കോ? അത് ചോദിക്കട്ടെ. പഠിക്കോ? ആണോ? അതായത് നിനക്കൊന്നും ഉണ്ടാത്തേ? അമ്മമ്മയുടെ മോള് പഠിപ്പിക്കും. ആണോ? കൃത്യമായിട്ട് പിന്നെ നമ്മളിവിടെ ഡയലോഗ് പറയുന്ന പോലെ ഇവിടെ വന്നിട്ട് എല്ലാ ക്ലാസ്സുകളെല്ലാം ടീച്ചർമാരൊക്കെ എന്റെ മകൾക്ക് ഇട്ടുകൊടുക്കും. അപ്പൊ അങ്ങനെ രണ്ടുപേരെ, ഇവന്റെ പെങ്ങളെയും ഇവനെയും അങ്ങനെ പഠിപ്പിക്കും. ക്ലാസ്സുകളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ ഇച്ചിരി എങ്ങനെ പേടിയുണ്ടെങ്കിൽ എന്നെയും എന്റെ ഇളയ മോളെയുമാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവനെയാ പേടി. ഇവിടെ ആദ്യം വന്നതിൽ ഒരുപാട് മാറി കേട്ടോ. സൈന്ധവിന് ഒരുപാട് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെല്ലാം പറഞ്ഞു മാറ്റി ഇപ്പൊ മിടുക്കനായി. ഒരുപാട് സന്തോഷം നിങ്ങളെ മൂന്നുപേരെയും കണ്ടതിൽ കേട്ടോ. ഒരുപാട് സന്തോഷം. അപ്പൊ നമുക്ക് ഈ പെർഫോമൻസിന് നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാം. ഓക്കെ നസീർക്ക, ഞാനൊരു 15,000 രൂപ. ഓ, അത് കലക്കി വാരിക്കോരി കൊടുക്കാൻ തുടങ്ങിയിരുന്നു. ചേട്ടാ, ഞാനൊരു കാര്യം ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ നസീർക്ക് എത്ര കൊടുത്തു? 15 കൊടുത്തു. 15 കൊടുത്തു. ഞാൻ 30,000 രൂപ ഞാനും കൊടുക്കും. ടോട്ടൽ 30 ആണോ അതോ ഷാജൻ ചേട്ടൻ 30,000 രൂപ കൊടുത്തോ? തന്നെ ഞാൻ 30 കൊടുക്കുന്നു. അപ്പൊ 45,000 ആയോ? എന്നാ കളിക്കല്ലേ? ഞാൻ കൊടുത്തു. എന്നാ 45,000 രൂപ. ഇനി അന്ന സ്ഥിതിക്ക് ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ടോട്ടൽ ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇല്ല, തിരിച്ച് എന്തെങ്കിലും നല്ല ഏറ്റവും പാർട്ടിയിലല്ലേ കൊടുത്തേ? തരത്തില്ല. 45,000 രൂപ. 45,000 രൂപ കയ്യിലെന്തേലും ഉണ്ടോ? കൊടുത്തേക്കട്ടെ. ടോട്ടൽ എമൗണ്ട് 6 പേരും തിരിഞ്ഞു നോക്കിയോ? ടോട്ടൽ എമൗണ്ട് ഇപ്പൊ വരും. അടിപൊളി. നിങ്ങൾക്ക് കിട്ടിയതിൽ ഏറ്റവും ഹയസ്റ്റ് അല്ലേ? അടിപൊളി. കഴിഞ്ഞതിൽ എത്ര? കഴിഞ്ഞത് 25. അതിന്റെ മുമ്പിലത്തെ 50. അപ്പൊ ഇതേപോലത്തെ ഗംഭീര സ്കിറ്റുകളോട്ട് വരിക. കുഞ്ഞമ്മേ ഹൈദരാമെന്നതാ. കുഴപ്പമില്ല. ഓക്കെ, ബൈ. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട്. ദേവിലക്ഷ്മി ഇവിടുന്ന് പോകുമ്പോ മറ്റേ ലാലേട്ടൻ നടക്കുന്നുള്ള. ഇത് സുരേഷ് ഗോപി. അത് പിന്നെ മഞ്ജു പാടുപെടും. മഞ്ജു. അതെ. ഓക്കെ ഓക്കെ, റെഡി? 3, 2, 1. ഓക്കെ, ബൈ. ഓളം മുറുക്കണ് മനസ്സിൽ ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ ഒരു പഴയ ടീം ഒന്നിക്കുകയാണ് സുഹൃത്തുക്കളെ. ഒന്നിക്കുകയാണ്. അജയ് ചേട്ടനുണ്ട്, മനോജ് ചേട്ടനുണ്ട്, സുമിയുണ്ട്. ലെറ്റ്സ് വെൽക്കം ഇവർ 3 പേര്. കല്യാണ കച്ചേരി പടാമെത്തി കച്ചേരിക്കാനും പോരും നോടി പോരുമ്പം പൂക്കും. ഹലോ രാധേ, എടി ഒരു സന്തോഷ വർത്തമാനം പറയാനാ നിന്നെ വിളിച്ച. എന്റെ മോന്റെ കല്യാണം ഉറച്ചു കേട്ടോ. ഉറപ്പുണ്ടെന്നും അല്ലാതെ അങ്ങനെ കെട്ടിച്ചേരത്തില്ലടി. ആങ്ങളെയൊക്കെ ശരിയാ, പക്ഷെ കെട്ടിച്ചേരത്തില്ല. അതും ശരിയാടി, നമ്മൾ കൊച്ചിലെ പറഞ്ഞു വെച്ചേക്കെ. അതിപ്പോ സമ്മതിച്ചില്ല, നമുക്കിപ്പോ എന്താ ചെയ്യാൻ പറ്റും? ഞാനായിട്ടൊരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ച് കെട്ടിക്കാന്ന് വിചാരിച്ചു. ഇത് പിന്നെ നിന്നോട് ആദ്യം പറഞ്ഞ എന്റെ മോനോട് പോലും പറഞ്ഞിട്ടില്ല. കല്യാണത്തിന് ഇങ്ങനെ വരത്തില്ലയോ? ശരി. വിളിക്കാൻ കാത്തിരിക്കുക ഇങ്ങ് വരാന്. എന്റെ ദൈവമേ, കല്യാണമൊക്കെ അടുത്ത് വരുമല്ലയോ? അടുത്ത മാസം നടത്താനാ ഞാൻ വാക്ക് കൊടുത്തേക്ക്. നീ ചെറുക്കനിട്ട് എവിടെ പോയി കിടക്കുന്ന? എടാ സുനിയേ, അമ്മ
അമ്മ ഞാൻ ഈ വീടിനകത്തല്ലേ ഇരിക്കുന്നത്, പതുക്കെ വിളിച്ചാ പോരെ. ഈ ഹൈ റേഞ്ചിൽ കിടന്ന് വാവക്കുന്ന എന്തിനാ? എന്നിട്ട് വേണം തുടക്കത്തിൽ തന്നെ ഞാൻ റേഞ്ച് താത്ത് കളിച്ചെന്ന് പറയാൻ. എന്റെ പൊന്നമ്മ, ഞാൻ ആ മുറിക്കകത്ത് സമാധാനപ്പെട്ടിരിക്കുവായിരുന്നു. ഈ തീക്കൊണ്ടത്തിനിടയിലോട്ട് എന്നെ കൂടെ വലിച്ചിടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? എടാ, ഒരു സന്തോഷ വർത്തമാനം പറയാനാ അമ്മച്ചി നിന്നെ വിളിച്ചത്. എനിക്കറിയാം, ഇന്ന് കപ്പൻ തലക്കറി ആയിരിക്കും. എന്റെ ദൈവമേ, എപ്പ കണ്ട നേരെ വിചാരിക്കുന്ന തീറ്റി എന്നൊരു വിചാരം മാത്രമേ ഉള്ളൂ. എടാ, അതല്ല. എന്തുവാ? നിന്റെ കല്യാണം അമ്മച്ചി അങ്ങ് ഉറപ്പിച്ചു. ഉറപ്പിക്കാനായിട്ട് എന്റെ കല്യാണം എന്തോ ഇളകി കിടക്കുമായിരുന്നു. കല്യാണം അല്ല ഉറപ്പിക്കേണ്ടത്, നിന്റെ തലയിലെ സ്ക്രൂ. കാര്യം പറയാമേ, എന്തുവാ? എടാ, അടുത്ത മാസം അവസാനത്തേക്ക് നിന്റെ കല്യാണം നടക്കും. അമ്മേ, എന്റെ മുറപ്പെണ്ണ് സൗദാമിനി തന്നെയല്ലേ അമ്മേ? ആ, മുറപ്പെണ്ണ് സൗദാമിനിയൊക്കെ തന്നെ. പക്ഷെ നീ കെട്ടുന്നത് വേറൊരു പെണ്ണിനെ. അയ്യോ, അതെന്തൊരു പരിപാടി അമ്മേ? എന്നോട് ഈ ചതി ചെയ്തരു. എന്താ? കുഞ്ഞുനാള് മുതലേ ഉള്ളിൽ കുത്തി നിറച്ച് വെച്ചേക്കുവാ. കുത്തി നിറക്കാൻ നീ എന്താ തലേണയാണോ? ഈ സൗദാമിനി എനിക്കുള്ളതാന്ന് നിങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിൽ കയറ്റി വെച്ചേക്കുവല്ലേ. മക്കളെ വിഷമിക്കാതെ, അതിപ്പോ നമ്മള് സമ്മതിക്കുന്നോണ്ടല്ലോ, അമ്മാവനും കൂടെ സമ്മതിക്കണ്ടായോ? അമ്മാവനോട് മര്യാദക്ക് സംസാരിച്ചായിരുന്നേ, അമ്മാവൻ അവളെ എനിക്ക് കെട്ടിച്ചു തന്നേനെ. എടാ, ഞാൻ വീട്ടിൽ പോയി ചോദിച്ചെന്ന്, അയാൾ ഒറ്റക്കാലം നിന്നോണ്ട് പറയുമെന്ന് നിനക്ക് കെട്ടിച്ചേരത്തില്ലെന്ന്. അമ്മാവൻ നിക്കിട്ടോണ്ടിരുന്നപ്പോഴാണ് നമ്മ പോയി സംസാരിച്ചത്. അതല്ലെന്ന്, അയാൾക്ക് അതുപോലെ വാശി ഞാൻ നിനക്ക് കെട്ടിച്ചേരത്തില്ലെന്ന്. അല്ല, വാശി പിടിക്കാനും കാര്യമുണ്ട്. ആ പെണ്ണിന് വിവരം വിദ്യാഭ്യാസം ഉണ്ട്. എടാ, നീ കോളേജിൽ പോയിട്ടുണ്ടോ? ആ പെണ്ണ് പോയിട്ടുണ്ട്. ഞാനും കോളേജിൽ പോയിട്ടുണ്ട്. ആ, നീ പോയിട്ടുണ്ട്. അവളെ കൊണ്ടാക്കാനും തിരിച്ചു വിളിച്ചോണ്ട് വരാനും. അല്ല, നീ പോയിട്ടുണ്ടാ? അമ്മേ, കോളേജ് അടച്ചു കഴിഞ്ഞപ്പോ ഞാൻ പെയിന്റ് പണിക്ക് പോയില്ലായിരുന്നു. പിന്നെന്തുവാ? ആ, ഇതാ ഞാൻ പറഞ്ഞ നിനക്ക് വിവരം വിദ്യാഭ്യാസം ഇല്ലെന്ന്. ഞാൻ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്, നീ അവളെ തന്നെ കെട്ടും. അമ്മേ, ഞാൻ വേറൊരു പെണ്ണിനെ കല്യാണം കഴിച്ച് അതിനകത്തൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞ് എന്നോട് ചോദിക്കത്തില്ലയോ അച്ചാച്ചൻ കാമുകയെ തേച്ചത് എന്തിനാണ്? ചോദിക്കത്തില്ലയോ? മാത്രമല്ല, ഉള്ളിലൊന്ന് വെച്ചിട്ട് മറ്റൊന്നിനെ ഞാൻ എങ്ങനെ സ്വീകരിക്കും അമ്മേ? റിമോട്ട് കണ്ടായിരുന്ന ഈ സീരിയൽ അങ്ങ് നിർത്തി വെക്കാറുണ്ട്. സീരിയൽ നിന്റെ ഉള്ളിൽ ഒന്ന് ഒതുക്കിക്കൊണ്ട് നിനക്ക് മറ്റൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. ഇന്നലെ വൈകിട്ട് നീ ആ രഘുവിന്റെ വീട്ടിൽ പോയി ആദ്യം ബ്രാൻഡ് കഴിച്ചു. അത് കഴിഞ്ഞ് ഇച്ചിരി നേരം കഴിഞ്ഞ് വിനോദിന്റെ വീട്ടിൽ പോയി നീ വിസ്കി കഴിച്ചു. അപ്പൊ ഉള്ളിലൊന്ന് ഒതുക്കിക്കൊണ്ട് മറ്റൊന്ന് സ്വീകരിക്കാൻ നിനക്ക് പറ്റും. ഞാൻ അടിച്ച ബ്രാൻഡൊക്കെ അമ്മയ്ക്ക് എങ്ങനെ മനസ്സിലായേ? എടാ, വീട്ടിൽ വന്ന് നീ അമ്മച്ചിയേന്ന് വിളിച്ചു പോയപ്പോഴേ ആദ്യം വന്ന് കഥവ് തുറന്ന് കയറിയത് നീ അടിച്ച എന്റെ ബ്രാൻഡ്. അത്രക്കൊണ്ടായിരുന്നു നിന്റെ ബ്രാൻഡിന്റെ മണം. അപ്പൊ തന്നെ ഞാൻ കത്തിച്ചു വെച്ച 3 സാമ്പ്രാണിത്തിരിയാ ഈ വീട് വിട്ട് വളക്കിട്ടിറങ്ങി പോയത്. അമ്മ, അത് ഈ കൂട്ടുകാരൊക്കെ നിർബന്ധിക്കുമ്പോ ഇച്ചിരി. എടാ പൊന്നുമോനെ, നീ കാണത്തില്ലയോ, ഞാൻ എന്നും നിലകളൊക്കെ കത്തിച്ചു വെച്ച് ദൈവത്തിനോട് പ്രാർത്ഥിക്കും. ദൈവമേ, എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ദൈവം കേക്കത്തില്ല. അടുത്ത് തന്നെ ഞാൻ പോലും കേട്ടിട്ടില്ല മുട്ടം ഫീഡ്ബാക്ക് ഉണ്ടായിട്ട്. കാണാൻ പറയത്തിരിക്കുന്ന ദൈവം കളിയാക്കുന്നടാ. അമ്മ അടിക്കല്ലെന്ന് നീ കണ്ടിട്ടില്ലയോ? നിലവിളക്ക് കത്തിച്ചു വെച്ച് തൊഴുകയോടെ ഞാൻ ഇങ്ങനെ ഒരു നിപ്പുണ്ട്. അമ്മ പ്രാർത്ഥിക്കുന്നായിരുന്നു. ഞാൻ വിചാരിച്ചു നിലവിളക്കിന്റെ കൂമ്പിന്റെ ലെവൽ നോക്കുമായിരിക്കും. ഞാൻ മാറുന്നോടെ ഇല്ല, നിന്റെ ചെവക്കുറ്റിയുടെ ലെവല് കാണത്തില്ല. ഞാൻ പറഞ്ഞേക്കാം. അമ്മ, എന്തൊരു കഷ്ടമാന്ന് പറഞ്ഞാ. ഇപ്പൊ ഞാൻ കണ്ടുപിടിച്ച പെണ്ണിനെ നീ ഒന്ന് കാണണം. എന്തോ സൗന്ദര്യം കണ്ടതാ ഇവളെ. അല്ലല്ലോ, തത്തമ്മ പോലൊരു പെണ്ണ്. എനിക്ക് വേണ്ട. എന്താ? എനിക്ക് കല്യാണം കഴിഞ്ഞൊരു പനന്തത്തെ കുഞ്ഞിനെ തൊട്ടിലിട്ടാട്ടാനെ കൊണ്ട്. അതല്ല, അവിടെ മുടി കാണണം. മുട്ടി വരെ മുടിയാടാ. അപ്പൊ ഇരട്ടി ചെലവാ. എന്താ? തല വെക്കാനും മുട്ട വെക്കാനും ഞാൻ മുല്ലപ്പൂ വാങ്ങിക്കേണ്ടി വരും. അതല്ല, അവിടെ മുടി മുട്ടോളം കിടപ്പുണ്ട്. അങ്ങനെ മാത്രമല്ല, വീട്ടിലെ അല്ലൽ അറിഞ്ഞു നടന്ന ഒരു പെൺകുഞ്ഞ്. ഞാൻ നോക്കിയപ്പോ അവിടെ പാന്റ് ഈ മുട്ടിന്റെ ഇവിടുന്ന് ഇങ്ങനെ കീറി കിടക്കുന്ന, അവിടെ ആ ഉടുപ്പ് തോളിന്റെ ഇവിടുന്ന് ഇങ്ങനെ കീറി കിടക്കുന്ന. എന്നിട്ടും വീട്ടുകാരോട് പറഞ്ഞില്ല നല്ലൊരു തുണി മേടിച്ചു തരാൻ. ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നേ? അത് പട്ടിണി കൊണ്ട് കീറി പറഞ്ഞതല്ല, അതിപ്പോഴത്തെ ഫാഷനാ പിള്ളേരുടെ. എന്നാലും അവളെ കെട്ടിക്കൊണ്ട് വരാൻ നമുക്ക് ലാഭമാണ്. ഇവിടെ വന്ന് എന്ത് കൊടുത്താലും ഏത് കീറി പറഞ്ഞു കൊടുത്താലും അവള് ഇട്ടോണമല്ലോ. അതൊക്കെ പോട്ടെ, എവിടെ നിന്ന് കണ്ടു ഈ പെണ്ണിനെ? അതെ, ഞാൻ ഇന്നലെ മീൻ മാർക്കറ്റിൽ പോയില്ലേ, അവിടെ ഉണ്ടായിരുന്നു. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, അമ്മ എനിക്ക് കണ്ടുവച്ചത് ആടേലും മോളയാണോ ചന്തയിലെ ചാളയാണോ? അവിടെ വന്നായിരുന്നു. ഞാൻ 50 രൂപയുടെ അയില മേടിച്ചു. പെണ്ണ് അതും 50 രൂപയുടെ അയില മേടിച്ചടാ. ഞാൻ ചോദിച്ചു, മോക്ക് അയില ഇഷ്ടമാണോ? അവള് പറയുമ്പോ അവക്ക് ഇഷ്ടമാണോ? അപ്പൊ എന്റെ അതേ മനസ്സല്ലോട് അവക്ക്. അവള് നല്ല ചെമ്മീനോ ഞണ്ടോ വല്ല മാച്ചായിരുന്നു. അമ്മ എന്തോ ചെയ്തേന്? അപ്പൊ അവിടെ മനസ്സ് നോക്കിയിട്ട് കാര്യമില്ല, എന്റെ പേഴ്സിന്റെ അകം കൂടെ നോക്കണം. അമ്മ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞാലും ഞാൻ കെട്ടത്തില്ല വേറൊരു പെണ്ണിനെ. അതെന്റെ വാശിയാണ്. അങ്ങനെയാണെങ്കിൽ ഈ പുളി പൊങ്ങിയ വീട്ടിൽ, പുളിച്ചു പൊങ്ങിയ വീട്ടിൽ, അല്ല പുളി ചരിഞ്ഞ വീട്ടിൽ, വീട്ടിൽ വരുന്നോ? പുളി ചരിഞ്ഞു കിടക്കുന്നതിൽ ആ വീട്ടിൽ സുഭദ്ര പറയുന്നു, നിന്റെ മുറപ്പെണ്ണ്, അതായത് എന്റെ ആങ്ങളയുടെ മകളുടെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞാൻ നിന്റെ കല്യാണം നടത്തും. ഇതെന്റെ വാശിയ. അമ്മയുടെ വിരലിന്റെ അറ്റ ഒടിഞ്ഞാ തോന്നുന്നത്. അമ്മ, നമുക്ക് ഈ വിരലെല്ലാം പ്ലാസ്റ്റർ ഇട്ടോണ്ട് വരാം. പ്ലാസ്റ്റർ ഇടുവോ? പിന്നെ 4 വിരലും ഒടിഞ്ഞല്ലേ? അങ്ങനെ പോകണ്ട, എനിക്ക് ഇങ്ങനെ ചോറ് വരുത്തിനാൻ പറ്റത്തില്ല. അപ്പോഴും നെറ്റിക്കാരി മാത്രമേ ഉള്ളൂ ഇവർക്ക്. അതിവിടെ നാളെ കുറി അടിക്കണം. അതെന്തിനാ നാളത്തേക്ക് ആക്കുന്നേ? ഇപ്പൊ തന്നെ നെറ്റിക്ക് അടിച്ചിട്ടുണ്ടല്ലോ ഒരു മൾട്ടി കളർ കുറി. ഇതാണോ പറഞ്ഞത്? കല്യാണ കുറി അടിക്കണം.
കരയാതെ നമുക്ക് തിളക്കമുള്ള കിടന്ന് പപ്പാടെ ഫോട്ടോ തന്നെ കല്യാണത്തിന്റെ ഫ്രണ്ടിൽ വെക്കാം. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞു. എടാ കല്യാണ കുറിയും കൊണ്ട് നീ തന്നെ വേണം അമ്മാവിന്റെ വീട്ടിൽ പോയി വിളിക്കാൻ. ആ കുറി കണ്ടിട്ട് അങ്ങേര് ഞെട്ടണം. അതെന്നാ ഞാനും പറഞ്ഞത്. ഇവിടെ ആരുമില്ലേ? അമ്മ മുറ്റത്തൊരു ചുമ വന്ന് നിൽക്കുന്നു. പോടാ, അത് നിന്റെ അമ്മാവനാ. അപ്പൊ വെറും ചുമയല്ല, വില്ലൻ ചുമ. ഇയാളെന്താ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നത്? നമ്മുടെ വീട്ടിൽ കുറെ നാൾ കഴിഞ്ഞ് വരുമല്ലോ, അങ്ങനെ പറയരുത്. എനിക്ക് ഇയാളെ കണ്ണിന് പിടിക്കത്തില്ല. എനിക്ക് ഇയാളെ കാണുക വേണ്ട. ഞാൻ മുറിക്കകത്ത് പോവാ. എന്നിട്ട് ഞാൻ വാതിലിടെ കൂടെ കണ്ടോളാം. എനിക്ക് വയ്യ. ചുമച്ചു കഴിഞ്ഞായിരുന്ന ഡയലോഗ് ഒന്ന് പറയായിരുന്നു എനിക്ക്. ഞാൻ ചുമ നിർത്തിയ മറ്റൊരു അവസരം ഞാൻ കളയുന്നില്ല. എന്താ അവിടെ തന്നെ അങ്ങ് നിന്നത്? അകത്തോട്ട് വരാം. അന്തസ്സും ആവുജാത്തി ഉള്ളവർക്ക് കേറി വരാൻ പറ്റുമോടി ഇതിനങ്ങോട്ട്? ആരാ ഈ പറയുന്നേ? ഞങ്ങളുടെ അപ്പൂപ്പന്റെ വെളിച്ചോറ് ഫ്രിഡ്ജിനകത്ത് കയറ്റി പിറ്റേന്ന് തിളപ്പിച്ചൂറ്റി അത് മീൻചാറ് കൂട്ടി തിന്നവനാ ഈ പറയുന്നത് അമ്മച്ചും ആവുജാത്യം. അത് ഞാൻ നല്ലത്. സുഭദ്രേ, എന്താ സുഭദ്രന്ന് വിളിച്ചപ്പോ എന്നെ നാക്കിന് തുമ്പ് അങ്ങ് പെരുത്തറി. എന്നാലും അങ്ങനെ വിളിച്ചല്ലോ. നീ മാത്രമല്ലടി, ഞാനും തിന്നിട്ടുണ്ട് ആപ്പിള്. പക്ഷെ ഇതുപോലെ ഒളിപ്പിച്ചു വെച്ചല്ല തിന്നത്. ആപ്പിള് നിന്നല്ല, ഞാൻ എന്റെ വിഷമം ഉള്ളിൽ ഒതുക്കിയതാ. ഇത്രയും നാൾ എവിടായിരുന്നു? പതിവില്ല, എന്താ ഇങ്ങോട്ട് വന്നത്? 2-3 ദിവസം കൊണ്ട് ഞാൻ ആലോചിക്കുന്നുണ്ട് ഇങ്ങോട്ടൊന്ന് വരണമെന്ന്. പറമ്പിൽ 3-4 പെണ്ണുങ്ങൾ പണിക്ക് നിൽപ്പണ്ടേ. പണിയെല്ലാം നോക്കിക്കണ്ട് ചെയ്യുമായിരുന്നായിരിക്കും. എന്നെ എന്റെ കെട്ടിയോള് മുറിക്കകത്ത് പൂട്ടിയിട്ടേക്കുമായിരുന്നു. ജനലീക്കട തത്തമ്മയ്ക്ക് ചോറ് കൊടുക്കുന്ന പോലെ അവള് തന്നോണ്ടിരുന്ന എനിക്ക് ചോറ്. നാത്തും വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു ഈ കാര്യോ? അല്ല, ഈ കാര്യമല്ല, മുട്ടിനെന്താ മേലാഴിക വയ്യാന്ന് മറ്റോ പറഞ്ഞല്ലോ. അത് ഓർക്കാപ്പുറത്ത് എനിക്കൊരു അടി കിട്ടിയതാടി. ആറേന്ന് എന്റെ തന്നെ. നിങ്ങൾക്ക് അത്ര കെറുവായിരുന്നോ നിങ്ങളോട്? അതല്ല ഈ സംഭവം എന്താ ചോദിച്ചു കഴിഞ്ഞാലേ, മിനിഞ്ഞാന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോഴേ എന്റെ മുട്ടിന് ഇച്ചിരി നീര് വന്ന് വീർത്ത് ബലൂണ് പോലും വീർത്ത് ഈ വലിപ്പം അങ്ങ് ആയി. മുട്ടെനിക്ക് നൂർക്കാൻ പറ്റത്തില്ല. ഞാൻ കിടന്നുറങ്ങുക. നേരം വെളുത്ത് കണ്ണു തുറന്ന് നോക്കിയപ്പോ ഈ മുട്ടിഞ്ഞിരിക്കുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചു അവളെന്നെ മടി കയറി അങ്ങോട്ട് തിരിഞ്ഞിരിക്കാന്ന് വിചാരിച്ചിട്ട് പുറം കണി കാണിക്കുന്നുണ്ട്. എന്നിട്ട് ഇപ്പൊ എങ്ങനെ ഉണ്ട് മുട്ടുവേദന? ഇപ്പൊ രാവിലെ ഞാൻ എന്നിട്ട് ഈ മുട്ട കുഴമ്പിട്ടിരുന്നപ്പോ മുട്ട എന്നോട് പറയാ വേദന മാറി, വാ നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ പോയി വടക്കൊണ്ടാക്കാമെന്ന്. അങ്ങനെ ഈ മുട്ടിന്റെ നിർബന്ധത്തിലാണ് ഞാൻ വന്നത്. ആങ്ങളെ എന്തോ പറഞ്ഞ വഴക്കുണ്ടാക്കാന്നില്ലയോ? ഈ പെങ്ങളോട് തന്നെ അത് പറയണം. ആങ്ങളയുടെ പഠനം പൂർത്തിയാക്കാൻ വേണ്ടി പാതി വഴി പഠനം ഉപേക്ഷിച്ചവളാ ഈ പെങ്ങള്. 2ാം ക്ലാസ്സിൽ വെച്ച് എന്റെ പഠനം നിർത്തിയ എനിക്ക് വേണ്ടിയാണ് പോലും അംഗനവാടി വെച്ചുകള് പഠിത്തം നിർത്തിയത്. അതൊക്കെ ഇരിക്കട്ടെ. ഈ കൊല്ലം തെങ്ങിലുണ്ടോ? ഉണ്ട്, തേങ്ങ ഉണ്ടോ? ഈ കൊല്ലം തെങ്ങിനകത്ത് 4-4 മാങ്ങ ഉണ്ടായിരുന്നു. ഇപ്പൊ ഉണ്ട്. അതിരിക്കട്ടെ, എന്റെ മോനും കൂടെ അവകാശപ്പെട്ടതാ തെങ്ങിലേത്. അവനോട് വന്നെടുത്തോണ്ട് 3 കാക്ക കൂടി ഇരിപ്പുണ്ട് അവിടെ. അതല്ല, തേങ്ങ അവന് കൊടുക്കണം. അവന് വേണ്ടി ഞാൻ തെങ്ങ് നിർത്തിയിട്ടുണ്ടോ? ഈ മണ്ട പോയ തെങ്ങ് അതി വന്ന് വലിഞ്ഞു കയറാൻ എന്റെ മോൻ മരംകൊത്തി അല്ല. മരംകൊത്തി അല്ല, അവൻ വായി നോക്കി. എന്റെ മോൻ വായി നോക്കിയാ താങ്കൾക്ക് എങ്ങനെ അറിയാം? കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഞാനൊരു ആവശ്യമായിട്ട് ചെന്നപ്പോൾ ഇപ്പോൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വായി നോക്കി നിൽക്കുന്നു അവൻ. അത് കഴിഞ്ഞ് കൊല്ലം ടൈറ്റാനിയത്തിൽ ഒരു ജോലി സംബന്ധമായിട്ടുള്ള കാര്യത്തിന് ഞാൻ ചെന്നപ്പോൾ കുണ്ടറയിൽ വായി നോക്കി നിൽക്കുന്നു അവൻ. അത് കഴിഞ്ഞ് കോഴിക്കോട് ബീച്ചിൽ ഞാൻ ഒരു കല്യാണം ആവശ്യമായിട്ട് ചെന്നപ്പോൾ ബീച്ചിൽ വായി നോക്കി നിൽക്കുന്നു അവൻ. പിറ്റേ ദിവസം ഞാൻ പാലക്കാട് ചെന്നു. എന്തോ ആവശ്യത്തിനാ? അവിടെ ഇവനും വായി നോക്കി നിൽക്കുന്നുണ്ടോ നോക്കാൻ. എന്നിട്ട് അവനെ കണ്ടായിരുന്നോ? ഞാൻ കണ്ടില്ല. ഞാൻ പിന്നെ അവിടെ എല്ലാം വായി നോക്കിട്ട് തിരിച്ചു പോന്നു. എല്ലാവർക്കും മനസ്സിലായാലും ആരാ ശരിക്കും വായി നോക്കിയെന്ന്. എവിടെ അടി നിന്റെ ബുദ്ധിമാനായ മകൻ? ആങ്ങളെ തന്നെ പറയണം ഇപ്പൊ എന്റെ മോന് ബുദ്ധി ഉണ്ടെന്ന്. അവന് ഭയങ്കര ബുദ്ധിയാ. നിന്നെ എന്നെ മാത്രം ഇവിടെ നിർത്തി പുഴുക്കാൻ നിർത്തിയിട്ട് അവനകത്ത് നിന്ന് ചിരിക്കുക അല്ലോടി. സുനിയേ, അമ്മാവൻ വിളിക്കുന്ന സുനിയേ. എന്താണ് എന്റെ മുഖത്ത് നോക്കാൻ നിനക്കൊരു മടി? ഞാൻ നോക്കുന്നില്ല. എന്താ നിനക്ക് നോക്കിയാൽ ഞാൻ ചിരിക്കും. അമ്മാവ ഈ വായും കൊണ്ട് ഊതുന്ന സാധനമൊക്കെയാണ് ഈ മൂക്കും കൊണ്ട് ഊതുന്നത്. എന്തുവാ ഇത് മൗത്ത് ഓർഗണല്ലേ? മൗത്ത് ഓർഗണല്ല, ഇതെന്റെ മീശ. എവിടെ ചെന്നാലും ഞാൻ ഈ മീശ പരിചയപ്പെടുത്തി കൊടുക്കണം. വന്ന് ഞാനിപ്പോ മീശയുടെ ആങ്കറായി മാറിയേക്കുക. അമ്മാവ, ഞാൻ എന്ത് തെറ്റാ അമ്മാവനോട് ചെയ്തത്? അമ്മ സൗദാമിനി എനിക്ക് താ അമ്മാവ. എന്റെ മോളെ അച്ചാറിട്ട് വെച്ചാൽ തൊട്ട് നോക്കാൻ പോലും ഞാൻ നിനക്ക് തരത്തില്ല. അമ്മാവ, ചെറുപ്പം മുതൽ നിങ്ങളെല്ലാം കൂടെ പറഞ്ഞല്ലേ എന്ത് സൗദാമിനിക്കുള്ളതാ സുനിന്ന്? അങ്ങനല്ല ഞാൻ പറഞ്ഞേ, സദാ പനിയുള്ളവനാ സുനിന്നാ ഞാൻ പറഞ്ഞത്. അമ്മാവ, മറ്റുള്ള പിള്ളേരുടെ കൂട്ടൊന്നും അല്ല ഞാൻ. അമ്മയോട് ചോദിച്ചാലറിയാം. നാട്ടിലെ ചെറുപ്പക്കാരോട് ഞാൻ വെളിയിലൊന്നും കറങ്ങാൻ പോകത്തില്ല. നേരം വെളുത്ത് ഉറങ്ങുവോളം ഈ മുറിക്കകത്ത് വാതിലും പൂട്ടിയാ ഞാൻ ഇരിക്കുന്നത്. അതിനോട് വൈഫൈയുടെ ബില്ലടച്ച് ഞാൻ നിനക്ക് ഇത് വേണം. ഇത് വേണം. അതുകൊണ്ട് തന്നെ ഇതിൽ ആർക്കും കൊടുക്കാത്തത്. ഇതിന്റെ കാര്യമല്ല പറഞ്ഞത്. എനിക്ക് ഇത് വേണം. ഇവനെ എവിടെയെങ്കിലും കൊണ്ട് കത്തിച്ച് കളയണേ. എന്റെ അമ്മയുടെ അനാവശ്യ വർത്തമാനം. എത്ര നേരം കൊണ്ട് ഞാൻ പല്ല് കടിച്ചിരിക്കുവോ? അമ്മാവനല്ലേ ഇത്? കുമ്മാവൻ. അമ്മാവനോ? നിനക്ക് അമ്മാവൻ വിളിക്കാൻ പറ്റുന്നില്ലെങ്കിൽ എന്റെ പേര് വിളിക്കടാ. എന്തുവാ?
ത്രിവിലോചനൻ. എന്താ പേരാ അമ്മാവാ? അത് ഞാൻ മനഃപൂർവ്വം ഇട്ടതാ. എനിക്കറിയാം, എത്തിച്ചു പറഞ്ഞിട്ട് കൗണ്ടറാക്കാനല്ലേ? അതല്ലെന്ന് എടാ, കടം വാങ്ങിച്ച ആൾക്കാർ എന്റെ പേര് പറയാൻ അറിയാത്തതുകൊണ്ട് എന്റെ വീട് കണ്ടുപിടിക്കത്തില്ല. അതിനുള്ള ഐഡിയ ആണ് ഈ പേരിട്ടേക്കുന്നത്. വലിയ വീരവാദം, അന്തസ്വാഭിജാത്യം. ഇപ്പൊ നാട്ടുകാരെ ഇന്ന് കടം വാങ്ങിച്ച് നടക്കുക. എടാ, എനിക്കങ്ങനെ കടം വാങ്ങിച്ച് ജീവിക്കേണ്ട ഒരു കാര്യമില്ല. ഞാൻ പണ്ട് വേണ്ട മീശ പറക്കും. ഞാൻ പണ്ട് ഗൾഫിൽ ചെന്നിട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ കഴിയുന്നത്. നിങ്ങൾ ഗൾഫിൽ പോയതുകൊണ്ട് ആർക്ക് എന്താ പ്രയോജനം മനുഷ്യ ഉണ്ടായത്? ഈ വീട്ടുകാർക്കോ എന്റെ അമ്മയ്ക്കോ കൂടെ പിറപ്പുകളോ ഉണ്ടായോ? എന്തിനധികം പറയുന്നു? അമ്മേ, എനിക്ക് അന്ന് 5 or 6 വയസ്സ് പ്രായമുണ്ട്. അമ്മയ്ക്ക് അറിയുമോ ഇല്ലെന്ന് അറിയത്തില്ല. ഇല്ലടാ, കാരണം ഞാൻ ജനിച്ചിട്ടില്ലല്ലോ. കണ്ടോ, അമ്മയ്ക്ക് പോലും അറിയത്തില്ല. എനിക്ക് ആ പ്രായം ഉള്ളപ്പോഴാണ് അമ്മാവൻ ആദ്യമായിട്ട് ഗൾഫിൽ നിന്ന് ലീവിന് വന്നത്. എന്നിട്ട് സാധാരണ കൊണ്ടുവന്ന് എന്തോന്നറിയാമോ? ഇങ്ങനെ തറയെ കൂടെ വരയ്ക്കുമ്പോ പുറകെ കൂടെ തീപ്പരി പോകുന്ന കാറ്. അത് കണ്ട് കൊതിയോടെ ഞാൻ ചോദിച്ചു, അമ്മാവാ എനിക്കൊന്നതാ ആ തീപ്പൊരി ഞാനൊന്ന് കാണട്ടെന്ന്. ഇയാൾ എന്നെ പിടിച്ച് തറയിൽ ഉറച്ചു കളഞ്ഞു. അതിന് കാരണമുണ്ട്. ഇങ്ങനെ തറയെ പിടിച്ച് ഉരയ്ക്കുമ്പോ മൂട്ടിക്കൂടെ തീപ്പൊരി പറത്തിയ ആ കാറിന്റെ നൊമ്പരം നീ എന്ന് അറിയണമായിരുന്നടാ. അതുകൊണ്ടാണ് അങ്ങനെ ഞാൻ ചെയ്തത്. അതങ്ങ് പോട്ടെ, എന്തൊക്കെ തിന്നാനുള്ള സാധനങ്ങൾ കൊണ്ടുവന്നു. പിസ്ത തിന്നോണ്ടിരിക്കുക. ഞാൻ നോക്കിയപ്പോ ഒരു ദിവസം എനിക്കൂടെ പിസ്ത തരാൻ പറഞ്ഞപ്പം ആ പിസ്തയുടെ തോടെടുത്ത് കോമ്പല് പോലെ വെച്ച് കാണിച്ച് എന്നെ പേടിപ്പിച്ച് ഇയാള്. നിനക്ക് പിസ്ത തിന്നണമെങ്കിൽ ഗൾഫിൽ പോകണമായിരുന്നു. അതെന്തൊരു വർത്തമാനമാങ്ങളെ. എന്റെ മോൻ ഗൾഫിൽ പോയത് നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ഞാൻ അറിയില്ല. 1.5 ലക്ഷം രൂപ കൊടുത്ത് ഞാൻ എന്റെ മോനെ ഗൾഫിൽ വിട്ടായിരുന്നു. 1 മാസം തികച്ചാൻ അവിടെ നിൽക്കുകയും ചെയ്താൽ. 1 മാസം എന്തിനാടി അവൻ അവിടെ നിന്നത്? 1 കിലോ പിസ്ത മേടിക്കാൻ. എന്താ ചിരി നിർത്താത്തെ? ആദ്യം തോളിന്റെ അനക്കം നിൽക്കട്ടെ. അമ്മാവാ, ഞാൻ അവസാനമായിട്ട് ചോദിക്കുവാണ്. അപ്പൊ ക്ലൈമാക്സ് എടുത്ത് നിർത്താൻ പോകുന്നു? അല്ലെന്ന്. സൗദാമിനി എനിക്ക് തരാൻ പറ്റുമോ? തരാൻ പറ്റത്തില്ല. അമ്മേ, ഈ അമ്മാവൻ എന്താ അമ്മ ഇങ്ങനെ തുടങ്ങുന്നേ? പോട്ടറാ, നിനക്ക് എന്താടാ വിഷമം? അമ്മേ, അവൾ ഇപ്പോഴും ഇവിടെ ഇരുന്ന് വിങ്ങുവാ അമ്മേ. വെള്ളം കൊടുക്കണേ. അവല് വിട്ടിരിപ്പുണ്ടെന്ന്. അവളല്ല, അവള് സ്നേഹം ഇവിടെ ഇരുന്ന് വിങ്ങുവന്ന്. വിങ്ങിന്ന് പറഞ്ഞാൽ എന്റെ മോളെ ഞാൻ കെട്ടിച്ചു കൊടുക്കത്തില്ല. ആങ്ങളെ, പഴയതെല്ലാം ആങ്ങളെ അങ്ങ് മറക്ക്. പഴയതെല്ലാം ഞാൻ മറന്നു. ഇനി ഇപ്പൊ എന്താ പറയുന്നത് ഞാൻ ആലോചിക്കുന്നത്. വാശി എടുത്താൽ ഞാനും വാശിയാ. നിങ്ങളുടെ മോളെ കല്യാണം നടക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ മോന്റെ കല്യാണം നടത്തിയിരിക്കും. സുഭദ്രേ, ഞാൻ നിനക്കൊരു സാധനം കാണിച്ചു തരാം. പോക്കറ്റ് കീറിയതാ, ഞാൻ അറിഞ്ഞില്ല. വായിച്ചു നോക്കണേ. ഇതാട്ടെ, വായിച്ചു നോക്ക. ഇത് അകത്തായിരിക്കുന്നത്. എടുക്കാൻ മടിയായിരിക്കും ഇല്ലയോ? എനിക്ക് ഭയങ്കര അതിശോക്തിയായി. സൗദാമിനിയുടെ കല്യാണക്കുറി പറഞ്ഞാരാന്ന് നോക്കമ്മേ. വരൻ വരുൺ. നിന്റെ കൂട്ടല്ല അവൻ. അവൻ ഒരുപാട് കാശുള്ള ചെറുക്കനാ. അവന്റെ വീടിന് മുറ്റത്ത് കാറുകൾ നിരന്ന് കിടക്കുക. വീട്ടുപേര് കാർ ഷോറൂം വല്ലോ ആണോ? അങ്ങനല്ല എടി, അവന് ഞാൻ കൊടുക്കുന്നത് എന്താ അറിയാമോ? 10 ലക്ഷം രൂപയും ഒരു ബീൻസും കൊടുക്കും. അന്നേ 1 കിലോ തികച്ചാ കൊടുക്ക. എന്തോ ബീൻസ് പറഞ്ഞു. എടാ മണ്ട, ഇനി വന്ന ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എടാ, ഈ മുൻവശത്ത് വട്ടത്തിനകത്ത് നക്ഷത്രം ഇരിക്കുന്ന ഒരു വണ്ടിയുടെ പേരുണ്ടല്ലോ, ഇങ്ങനെ തെളിയിക്കുന്നത് ബെൻസ്. അതാണ് ഞാൻ ആ കൊച്ചിന് കൊടുക്കുന്നത്. അറിയോ? അതും കണ്ട് ഞാൻ വായിച്ചേപ്പിക്കാം. ബാക്കിയുള്ള ഞാൻ വായിച്ചേപ്പിക്കാം. വായിക്കാൻ മടിയല്ലേ? വരുന്ന ചിങ്ങം 14-ാം തീയതി രാവിലെ 10-നും 11-നും ഇടയ്ക്കുള്ള ശുഭ കൊച്ചിനെ ഊതിപ്പുറത്ത് വന്നോ മുഹൂർത്തത്തിൽ അമ്മയും മോനും അങ്ങ് വരണം. മൂക്കുമുട്ട തിന്നിട്ട് അങ്ങോട്ട് പോണം. സുഭദ്രേ, ഞാനങ്ങോട്ട് ഇറങ്ങട്ടേടി. അമ്മാനോ നിന്നേ. എന്താടാ മാറമേ? എന്താടാ മാറിക്കമ്മേ അങ്ങോട്ട്. 5 ഡയലോഗ് അടിച്ചിട്ട് അങ്ങനെ അങ്ങ് പോകാന്ന് വിചാരിച്ചോ? നീ തന്നെ വിടത്തില്ലേ? അമ്മ പറഞ്ഞേ. അമ്മാവൻ സുഭദ്രയുടെ കല്യാണം നടത്തൂല്ലേ? നടത്തൂടാ. അമ്മാവൻ നോക്കിക്കോ, സുഭദ്രയുടെ കഴുത്തിൽ താലി വീഴുന്ന ആ നിമിഷം തന്നെ ഞാൻ ഉത്തരത്തെ തൂങ്ങും. ഏത് ചോദ്യത്തിന്റെ? ചോദ്യത്തിന്റെ ഉത്തരത്തിലല്ല, പിന്നെ ഈ വീടിന്റെ ഉത്തരത്തെ ഞാൻ തൂങ്ങും. അമ്മാവന്റെ പേര് എഴുതി വെക്കും. അമ്മാവൻ അകത്തു പോവും. പറഞ്ഞ കേട്ടോ, ആങ്ങളുടെ പേര് എഴുതിട്ട് ഇവൻ തൂങ്ങുമെന്ന്. തൂങ്ങട്ടെ, അവൻ തൂങ്ങട്ടെ. തൂങ്ങട്ടെ. ഇത്രയും പറഞ്ഞപ്പോ നിങ്ങൾക്ക് എന്തോ പേടിയില്ലാത്തത്? നീ തന്നെ പറഞ്ഞ് എന്റെ പേര് എഴുതി വെച്ചിട്ട് നീ തൂങ്ങുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ത്രിവിലോചനം നിന്നെ എഴുതി കാണിച്ചേടാ. കല്യാണത്തിന്റെ തലേന്നെ ഞാനും അമ്മയും കൂടെ അങ്ങ് വരുന്നോണ്ട് എന്തെങ്കിലും വിരോധം ഉണ്ടോ? അമ്മ ഒരു വിരോധമില്ല. രണ്ടുപേരും കൂടെ നേരത്തെ വന്നേക്കണം. അതാ നല്ലത്. നല്ല ഉഷാർ കൈഡി വരട്ടെ. നല്ല ഉഗ്രൻ സ്കിറ്റ്. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു. നല്ല ഫ്ലോ ആയിരുന്നു. തുടക്കം മുതൽ അവസാനം വരെ ഒറ്റ റേഞ്ചിൽ തന്നെ 3 പേര് നിന്നങ്ങ് കളിച്ചു. അമ്മാവൻ ഒരു 40% ആയപ്പോഴും അമ്മാവൻ കരുതല്ലേ. പക്ഷെ അമ്മാവൻ കുറച്ചുകൂടെ മുമ്പ് വരേണ്ടതായിരുന്നു കേട്ടോ. അമ്മയും മോനുള്ള ടോക്ക് അതിനകത്ത് കോമഡി കുറവൊന്നുമില്ല. പക്ഷെ നല്ല രീതിയിൽ പോയില്ല. കുറച്ചുകൂടെ മുമ്പേ അമ്മാവൻ വന്നിരുന്ന കുറച്ചുകൂടെ കൗണ്ടർ അങ്ങ് കിട്ടിയേനെ. ടോട്ടലി വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു.
ഒന്നും മാറ്റി നിർത്താനില്ല. എൻ്റെ മാത്രം ഒരു ശകലം എന്തോ ഒരു എത്താത്ത പോലെ ഒരു ഫീൽ ചെയ്തു ലാസ്റ്റ് ക്ലൈമാക്സിൻ്റെ അങ്ങോട്ട്. പക്ഷെ ബാക്കിയെല്ലാം മൊത്തത്തിൽ നോക്കുമ്പോൾ അടിപൊളിയായിരുന്നു, ഗംഭീരമായിരുന്നു. താങ്ക് യു പ്രചോദേട്ടാ. 3 പേരുടെ അഴിഞ്ഞാട്ടമായിരുന്നു കേട്ടോ. അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ അതിനെ എങ്ങനെ വിശദീകരിക്കണം എന്ന് ചോദിച്ചാൽ നമ്മളൊരു ചെറിയൊരു മാറ്റർ എടുത്തിട്ടുള്ളൊരു പരിപാടിയാണ്. പക്ഷേ അതിൽ 3 പേരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് അതിങ്ങനെ കണ്ടിരിക്കുകയാണ്. 3 പേരും മതിമറന്ന് കളിച്ചു എന്ന് പറയും. അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു. കൗണ്ടറുകളൊക്കെ ഓർത്ത് വെച്ച്. പിന്നെ നസീർക്ക് പറഞ്ഞ പോലെ മനോജൻ എൻട്രി കുറച്ചുകൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ ആ ഒരു 3 പേരുടെ കോമ്പിനേഷൻ ഇച്ചിരി നല്ല. കാരണം നിങ്ങൾ 3 പേരും വന്നപ്പം പൊട്ട കൗണ്ടറുകളായിരുന്നു. ക്ലൈമാക്സിൽ എനിക്ക് തോന്നുന്നു എന്തെങ്കിലും ഒരു സാധനം കൂടെ നാടിയത് വെക്കാമായിരുന്നു എന്ന് തോന്നുന്നു. അത് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. തകർത്ത്. സുമി, നിങ്ങൾ എന്തോ സുമി കാണിക്കുന്നത്? നിങ്ങൾ അസാധ്യ റേഞ്ചാണ് കേട്ടോ. നിങ്ങളുടെ മോഡുലേഷൻ ഭയങ്കര എന്താ, ഒന്നിൽ നിന്നൊക്കെ മറ്റേതിലേക്ക് വരുന്ന മാറുന്നതും ആദ്യത്തെ പ്രാർത്ഥനയൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ദൈവത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുന്നതും ഭയങ്കര രസമായിരുന്നു. അജേഷ് നല്ല പ്ലേ ആയിരുന്നു. മനോജിൻ്റെ ക്യാരക്ടർ ഭയങ്കര രസമായിരുന്നു. അമ്മാവനായിട്ട് വന്ന ക്യാരക്ടർ. കാര്യം ശരിയാണ്, ആ പേര് വലിയൊരു ഘടകമാണ്. പിന്നെ പറയുന്ന മാറ്ററുകളൊക്കെ നല്ല നല്ല കൗണ്ടറുകളായിരുന്നു എല്ലാം. ഓൾ ദ ബെസ്റ്റ്. അടിച്ചു പൊളിക്കുക കേട്ടോ. താങ്ക് യു പ്രചോദേട്ടാ. ഷാജൻ ചേട്ടാ. മനോജ്, സുമി, അജേഷേ, നല്ല സ്കിറ്റായിരുന്നു, നല്ല രസമുള്ള സ്കിറ്റായിരുന്നു. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് തവണ പലരും പറഞ്ഞിട്ടുള്ളതാണ് സിനിമയിലും സ്കിറ്റുകളിലും നാടകങ്ങളിലും ഒക്കെ, എന്താണ് അമ്മാവൻ മരുമകൻ കല്യാണം അമ്മാവൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അത് ഹ്യൂമറായിട്ട് എടുത്തപ്പം കുറേ നല്ല തമാശകളുണ്ടായിരുന്നു. ഫസ്റ്റ് സുമി വന്നപ്പോൾ മുതൽ തുടങ്ങിയ ചിരി, അങ്ങ് വിളിച്ചാൽ മതി അങ്ങ് വരും എന്ന് ആദ്യം കല്യാണം വിളിച്ചിട്ട് ഫോൺ വെച്ചാൽ മുതൽ സുമിയെക്കുറിച്ച് പറയേണ്ടെന്ന് വെച്ചാലും പറയാതിരിക്കാൻ പറ്റുന്നില്ല. സുമി അതേപോലെ ഗംഭീര ആർട്ടിസ്റ്റാണ് സുമി. എന്താണ് ഒരുപാട് ഫ്യൂച്ചറുള്ള വലിയ ഫ്യൂച്ചറുള്ള ഒരാളാണ് സുമി തീർച്ചയായിട്ടും. ഈ അമ്മാവൻ മെനകെട്ട നിങ്ങളോട് പറഞ്ഞു വരികയാണ്. അമ്മാവൻ വരുമ്പോ തന്നെ അറിയാം ഇയാള് ഭയങ്കര കുഴപ്പക്കാരനാണെന്നുള്ളത്. ഇയാളുടെ വരവിലറിയാം. ആ പാൻറ്റും ആ ഷർട്ടിന്റെ കളറിലുണ്ട് പുള്ളിയുടെ ക്യാരക്ടർ. ഇനിയും ഒരുപാട് വലിയ വലിയ പൊട്ടിച്ചിരികളുമായിട്ട് വരാൻ പറ്റട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു ഷാജൻ ചേട്ടാ. ഞങ്ങളെ ഈ സ്കിറ്റിന് വേണ്ടി ഞങ്ങളെ സഹായിച്ച നമുക്കിപ്പോൾ പുതിയതായിട്ട് നമ്മുടെ ഈ ഷെഡ്യൂൾ ജോയിൻ ചെയ്ത രാജേഷ് പാലോട് നമ്മളെ രാജേഷ് പാലോട് ഒരു നല്ല കൈഡി. ഓക്കെ പ്രചോദേട്ടാ. എന്തോ പിന്നെ ഓക്കെ കൊടുത്തേക്കാം. ഞാൻ ഒരു 16,000 രൂപ. ഷാജൻ ചേട്ടാ ഞാനൊരു 20,000 രൂപ. 36,000 രൂപ. അപ്പൊ പിന്നെ ഞാൻ പുറകോട്ട് നിന്നിട്ട് കഥയില്ല, പാടില്ല. അതിന്റെ മേളിൽ കളിക്കണം. എന്റെ നിന്നാ ടോട്ടൽ 50,000 രൂപ. അടിപൊളി. ഉഷാറായിട്ട് പോട്ടെ. 75,000-ലേക്കും 1,00,000-ലേക്കും പോട്ടെ. ഓക്കെ, അടുത്ത പ്രാവശ്യം. ഓക്കെ. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറയിലെ അടുത്ത ടീമിനെ വിളിക്കാം. ഷജീർ ഉണ്ട്, ചിത്തൻ ചേട്ടനുണ്ട്, കൂടെ നമ്മുടെ വിഷ്ണു. എന്റെ ദൈവമേ, എന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ. എന്റെ ആർക്കും വേണ്ട. കൊടൈക്കനാലിൽ ഗതി പിടിക്കാൻ വന്ന ഞാനാ 16 തവണ പോലീസ് പിടിച്ചെന്നല്ലാതെ ഗതി ഞാൻ പിടിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവിടുന്ന് ചാടിച്ചാവുന്നത് സക്സസ് ആയി കഴിഞ്ഞാൽ 101 മെഴുതിരി ഞാൻ കത്തിച്ചേക്കാം. ആരോരുമില്ലാത്ത തെണ്ടി, ആരോരുമില്ലാത്ത തെണ്ടി. ഇതാരാ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇത്ര കറക്റ്റ് ആയിട്ട് അറിഞ്ഞോണ്ട് വിളിക്കുന്നത്? കറക്റ്റ്. സുധി പറയടാ. സുധി. എടാ അമ്പിളിക്കുട്ടാ, നീ ഇത് എവിടെടാ? എടാ ഞാൻ സൂസൈഡ് പോയിന്റിന്റെ മേലെ നിൽക്കുന്നടാ. അവിടെ എന്താടാ പരിപാടി? ഞാനിവിടെ ചൂണ്ടയിടാൻ വന്നാടാ. എടാ കൂരി കിട്ടണി പിടിച്ചോടാ. എടാ ചെറുക്ക, ഞാനിവിടെ ചാവാൻ വന്നാന്ന്. എടാ അമ്പിളിക്കുട്ടാ, നീ ചാകരുത്. സുധി എന്നെ പറഞ്ഞ് തിരുത്താൻ നോക്കണ്ട. എനിക്ക് ചാണകം. നിനക്ക് ചാണകോ? ഓ ഈശ്വര, എന്റെ നാക്ക് വരെ എന്നെ ചതിക്കുവാന്നല്ലോ. എടാ എനിക്ക് ചാവണം. എടാ അമ്പിളിക്കുട്ടാ, നീ ചാകരുത്. ഞാൻ കൊടൈക്കനാലുണ്ട്, നിന്നെ കാണാൻ വേണ്ടി വന്നതാണ്. കുറച്ച് കാര്യം പറയാനുണ്ട്. ഒന്നാ ഒരു കാര്യം ചെയ്യ്, നീ പെട്ടെന്ന് പോര്. എന്തായാലും ചാവാൻ പോവല്ലേ? സ്വന്തം കൂട്ടുകാരനെ സംസാരിച്ചിട്ട് അങ്ങ് ചാവാ. എടാ സുധി, അല്ലേ എടാ നീ എന്തിനാടാ ചാവാൻ വേണ്ടി ഇതിന്റെ പൊക്കത്ത് കയറുന്നത്? എനിക്കൊരു കാമുകി ഉണ്ടായിരുന്നടാ, അവൾ എന്നെ തേച്ചിട്ട് പോയി. എടാ ഞാൻ അന്നേ പറഞ്ഞില്ലടാ അവളെ വിശ്വസിക്കരുത്, തേച്ചിട്ട് പോകുമെന്ന്. ഞാനത് ഒരു സമയത്ത് പറഞ്ഞിരടാ. പക്ഷെ അതൊക്കെ എന്റെ കാമുകി. ഞാൻ കണ്ടിട്ടില്ലല്ലോ, ഞാൻ കേട്ടിട്ടുണ്ട്. മറ്റേ അമേരിക്കക്കാരൻ അച്ചായന്റെ മോളല്ലേടാ? അതേടാ, ആന്റി ഡി ഗ്രിഗറി. ആന്റിയുടെ ചെറു കീറിയെന്നു. ആന്റിയുടെ ചെറു കീറിയെന്നല്ലടാ, ആന്റി ഡി ഗ്രിഗറി. എന്തെന്തിയെ? അതൊക്കെ പറയാം. ഈ ആന്റി ഡി ഗ്രിഗറി ഉണ്ടല്ലോ, എനിക്ക് ആരാന്നറിയാമോ നിനക്ക്? ഇല്ല. എന്റെ ഭാര്യയാണ് ഗ്രിഗറി, എന്റെ കാമുകിയാണ് ഗ്രിഗറി.
എന്റെ ഫ്രണ്ടാണ് ഗ്രിഗറി, എനിക്കെല്ലാം എല്ലാമാണ് ഗ്രിഗറി. എടാ ചെറുക്ക, പോലീസുകാർ വല്ലതും കേട്ടാ ഈ ഡയലോഗിന് ഓവർ യൂസ് ആണെന്ന് പറഞ്ഞ് എന്റെ പെണ്ണിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ നിനക്ക് അറിയാൻ പാടില്ല. 2 മാസം മുമ്പ് എനിക്ക് ഒരു ആക്സിഡന്റ് നടന്നു. അയ്യോ, എന്നിട്ട് വണ്ടിക്ക് വല്ലതും പറ്റിയോ? അയ്യോ, വണ്ടിക്ക് എന്തെങ്കിലും പറ്റിയാന്നോ? എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കടാ. വിലയുള്ള സാധനത്തിന് വല്ലതും പറ്റിയെന്ന് ചോദിച്ചിട്ടില്ല. ചോദിക്കടാ, എനിക്ക് എന്തെങ്കിലും പറ്റിയെന്ന് ചോദിക്കടാ. നിനക്ക് വല്ലതും പറ്റിയോ? 1.5 മാസം ഞാൻ കോമയിലായിരുന്നടാ. അയ്യോ, എന്താടാ? എന്നാ എടാ, ഓർമ്മയില്ലാണ്ട് കിടന്നു. എനിക്ക് എന്റെ വീട്ടുകാർ അറിയാൻ പാടില്ല, നാട്ടുകാർ ഓർമ്മയില്ല, കൂട്ടുകാർ ഓർമ്മയില്ല, ആരും ഓർമ്മയില്ല. അപ്പോഴാണ് എന്റെ ഗ്രിഗറി മുന്നിൽ വന്നത്. ഗ്രിഗറിനെ മാത്രം ഞാൻ ഓർത്തു, അവളെ മാത്രം ഞാൻ ഓർത്തുള്ളൂടാ. അതല്ലേലും അങ്ങനാടാ. സിസ്റ്റം മുഴുവൻ അടിച്ചു പോയാലും വൈറസ് അവിടെ തന്നെ കാണും. മീനുക്കുട്ടി, എടാ ഇതാണ് എന്റെ ഗ്രിഗറി, ഞാൻ പ്രേമിക്കണ എന്റെ ആന്റിയുടെ ഗ്രിഗറി. ഇതാ ഒരു മിനിറ്റ്. If you don't mind, are you Mr. Anthony Gregory? Yes. എന്താടാ എന്താടാ എന്താടാ? Anthony Gregory? Of course. സുധി ആന്റി. അപ്പൊ നിനക്ക് അറിയാലോ ഇതിന് നല്ല പ്രായം ഉണ്ടെന്ന്. എന്താ അങ്ങനെ പറഞ്ഞത്? ഈ ആന്റി വിളിച്ചു. എടാ, ഞാനിവിടെ സ്നേഹം കുടുംബം ആന്റി എന്നാണ് വിളിക്കുന്നത്. സുധി, ഈ കൾച്ചറിലെ തന്നെ ആരാ? ഇതെന്റെ കൂട്ടുകാരനാണ് അമ്പിളിക്കുട്ടൻ. കമ്പിളിക്കുട്ടൻ, കുമ്പിളിക്കുട്ടൻ, കമ്പിളിക്കുട്ടൻ, കുമ്പിളിക്കുട്ടൻ. കമ്പിളിക്കുട്ടൻ പിന്നെ നിന്റെ അച്ഛൻ. എടാ, അവൾ എന്തെങ്കിലും പറഞ്ഞാൽ എന്തിനാണ് എന്റെ അച്ഛനെ വിളിക്കുന്നത്? പ്രായത്തിന്റെ മൂത്തവരുടെ തന്തയ്ക്ക് വിളിച്ച തമ്പായി എന്നോട് കോപിക്കും. സൂ കാണിക്കൊക്കെ ഉണ്ടാവാട്ടാ. എവിടെ? സൂ കാണാൻ വേണ്ടി പോണെന്ന് പറഞ്ഞ്. സൂ കാണിക്കാൻ കൊണ്ടുപോയിട്ട് കാര്യമില്ലടാ, ഇതിനെ അവിടെ കൊണ്ടാക്കണം, എന്നാലേ അത് പൂർത്തിയാവത്തുള്ളൂ. ഇതിന് എന്താ സുധിയേട്ടാ, പിന്നെ ഒരു കാര്യമുണ്ട്. അച്ഛൻ വിളിക്കാന്ന് പറഞ്ഞായിരുന്നു. അച്ഛൻ വിളിക്കാന്ന് പറഞ്ഞു കാണിക്കണേ. അയ്യോ, അച്ഛന്റെ ഫോൺ വന്നു. അച്ഛന്റെ ഫോൺ വന്നാണ് നീ കാണിക്കണത്. അച്ഛന്റെ ഫോൺ വന്നെങ്കിൽ അവിടെ പോയിരുന്നു ഫോൺ വിളിക്കേട്ടാ. അച്ഛന്റെ ഫോൺ വന്നതിന് എന്താടാ? ഈ ആന്റി ഭയങ്കര ഉടായിപ്പാ. എടാ, ഇവരുടെ പ്രായം വെച്ച് കണക്ക് കൂട്ടുവാണെങ്കിൽ ഇവരുടെ അച്ഛൻ മരിക്കേണ്ട സമയം കഴിഞ്ഞു. ഒന്ന് പോയതേ. പിന്നെ അവളെങ്ങാനും കേട്ടെങ്കിലോ വയലന്റ് ആവും കേട്ടോ, വയലന്റ് ആവും. നീ പറയാൻ നിൽക്കല്ലേ? ഒന്ന് പറയല്ല. സുധിയേട്ടാ, വാട്ട് എ സർപ്രൈസ് പ്രഗ്നന്റ്. ഞാൻ അറിഞ്ഞിട്ടില്ലടാ. പിന്നെ ഞാൻ അറിഞ്ഞ. നീ എപ്പോഴാണ് പ്രഗ്നന്റ് ആയത്? അല്ല, അങ്ങനെ പറയുമല്ലോ. വാട്ട് എ പ്രസന്റ് സർപ്രൈസ്. എന്താണ് കാര്യം? എന്താണ്? ഞാൻ നമ്മുടെ ഡാഡിയെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഡാഡി പറഞ്ഞു സുധീന്ന് പറഞ്ഞ ചെറുക്കന്റെ ഫോട്ടോ അയച്ചു കൊടുക്കുകയാണെങ്കിൽ എല്ലാ കല്യാണം പെട്ടെന്ന് ഉറപ്പിക്കാന്ന് പറഞ്ഞു. എന്റെ ഫോട്ടോ അയച്ചു കൊടുത്താൽ പെട്ടെന്ന് കല്യാണം നടക്കോ? പിന്നെ അങ്ങനെ ഞാൻ ഫോൺ കിട്ടുന്നേ ഇപ്പൊ തന്നെ അയച്ചു കൊടുത്തേക്കാം. നല്ല പോലെ ഇങ്ങോട്ട് വാ. എടാ, നീ നില്ലടാ. എടാ, നീ കേറി നിക്കടാ. എടാ, എന്റെ കല്യാണ ഫോട്ടോ നീ എന്റെ കൂട്ടുകാരൻ നിൽക്കണം. നീ വന്ന നീ ഇങ്ങോട്ട് വാടാ. പിന്നെ അല്ലേ കുറെ നേരമായിട്ട് എന്റെ ഏട്ടൻ വിളിക്കുന്നുണ്ടല്ലേ? ചേർന്നില്ലടാ. പോടാ, നിന്റെ ഇങ്ങോട്ട് വാ. ചേർന്നില്ല. എടുത്താ സ്മൈൽ പ്ലീസ്. ഈ ഫോട്ടോ ഒന്ന് നോക്കിക്കേ. ആന്റി ഗോൾഡൻ പഞ്ച്. ഗോൾഡൻ പഞ്ചാ? നല്ല ഫോട്ടല്ലേ? നല്ല ഫോട്ടോ. ഇപ്പൻ അയച്ചു കൊടുത്തേക്കു. ഉപ്പൻ അയച്ചു കൊടുക്കാനാ? ഉപ്പൻ അയച്ചു കൊടുക്കാനല്ല, ഇപ്പൊ തന്നെ നിന്റെ അപ്പൻ അയച്ചു കൊടുക്കാനായിട്ട്. ഇത് എപ്പോഴേ പോയി. അതെ, പിന്നെ ഈ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ എവിടെ? ഹണിമൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് ഹണിമൂൺ നമ്മൾ പോകേണ്ടത്. ഒരു കാര്യം ബസ്സിലായിട്ടാണേ. ഇതിനെ കൊണ്ട് ഹണിമൂണിന് പോവുകയാണെങ്കിൽ അത് ഹണിമൂൺ അല്ല, പിന്നെ ദേശാടനം. വേറൊരു കാര്യം പറയട്ടെ, ഇപ്പൊ ഡാഡി നമ്മുടെ ഫോട്ടോ കാണുമ്പോ ഇഷ്ടാവും, കല്യാണം കഴിയും. അത് കഴിയുമ്പോഴത്തേന് എത്ര കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം? 5 കുട്ടികൾ വേണമെന്നാണ് ആഗ്രഹം. അടി ഗോൾഡൻ പഞ്ച്. പിന്നെയും ഗോൾഡൻ പഞ്ച്. അല്ല, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് ഞാൻ പേരിടും. എന്താ പേരിടുന്നത്? പേര് സുമ. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കുട്ടിയുടെ പേര് സുധ, ലത, സതി, മതി, ചതി. ചേട്ടനാണ് ചതിച്ചത്. 5 എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് പിന്നെ കയറി 6ാമത്തെ ഇങ്ങോട്ട് വന്നെന്തിനാ? ഞാൻ അപ്പോഴേ പ്രസവം നിർത്തും. പക്ഷെ 6 പറഞ്ഞാൽ മതിയായിരുന്നു. എക്സ്ക്യൂസ് മീ, ഞാൻ ഇവിടുത്തെ പ്രൊഡക്ഷനിലെ പയ്യനാണ്. ഒരു കുപ്പി വെള്ളം കുടിച്ചാലേ. അല്ല, നീ ഇതിനകത്തില്ലേ? അപ്പൊ നിനക്ക് അറിയാലോ ഞാൻ ഇതിനകത്തുള്ളതാണ്. ചുമ്മാ കുറെ നേരം ഞാൻ അവിടെ നിൽക്കുന്നു, ഒരു കാര്യമില്ലാതെ. അതെ, ഇവിടുത്തെ എക്കോ പോയിന്റ് എവിടെയാ? എക്കോ പോയിന്റ് ഇവിടുത്തെ എക്കോ പോയിന്റ് എവിടെയാ? എക്കോ പോയിന്റ് അവിടെ. അവിടെ അപ്പോഴും ചെറിയ ഡയലോഗ്. എന്താ പിന്നെ മെസ്സേജ് ആണോ? മെസ്സേജ് എന്താണ്? അച്ഛനൊരു ഫോട്ടോ അയച്ചിട്ടുണ്ടല്ലോ. ഫോട്ടോ അയച്ചിട്ടുണ്ട്. ആ ഫോട്ടോ ഒന്ന് കാണട്ടെ. ഫോട്ടോ കാണട്ടെ.
എടാ ഇവളുടെ അച്ഛനിട്ടല്ല എന്റെ ഫോട്ടോ കണ്ടിട്ട് സെലക്ട് ചെയ്ത് തന്നെ റെഡ് മാർക്ക് ഇട്ടേക്കുന്നുണ്ട് അവിടെ. നിന്റെ ഒരു യോഗ സുധേട്ടാ ഒരു മെസ്സേജ് ഉണ്ട് ഒന്ന് കേൾപ്പിച്ചി. മോളെ ഡാഡി ഫോട്ടോ കണ്ടു, സൂപ്പർ പയ്യൻ, നല്ല ഹെയർ സ്റ്റൈല്, നല്ല താടി, നല്ല മീശ. ഡാഡി ആദ്യം വിചാരിച്ചതേ ആ റൗണ്ട് മാർക്കിനകത്തുള്ള പയ്യനെന്നാ. അതാ ഡാഡി അങ്ങനെ ഫോട്ടോ തിരിച്ചയച്ചത്. സോ സോറി. അതെ വട്ടം മാറിയതായിരിക്കുമല്ലേ? വട്ടം മാറിയതല്ല, പിന്നെ നീ വട്ടം പൊളിഞ്ഞതാ. അതാണ് സത്യം. നിന്റെ ഡാഡി പറഞ്ഞേ കേട്ടാ. നിന്റെ ഡാഡിക്ക് എന്നല്ല, ഇത് അവനെ ഇഷ്ടായിരുന്നു. ആരെ? ഇവനെയാ? കണ്ടടാ, അവള് കാണിച്ചാണ്ടടാ. ഞാനല്ലടാ കാണിക്കണ്ടേ? എന്ത് കാണിക്കാനായിട്ട്? അതെ ഇവളെ കേട്ടാ എന്റെ പട്ടി വരൂടാ. പിന്നെ എന്റെ ഡാഡി പറഞ്ഞ മതി നിന്നെ കെട്ടാൻ വേണ്ടി എന്റെ വീട്ടിലെ പട്ടി വരും. നീ ഒരു കാര്യം മനസ്സിലാക്കണം, എന്റെ സുധിയേട്ടനില്ലാതെ ഒരു ജീവിതം എന്റെ ദൈവമേ വട്ടം പൊളിഞ്ഞു മറന്നുപോയി. പോരടാ എന്തായി കാണിക്കണേ? വീണ്ടും അച്ഛന്റെ മെസ്സേജ് വന്നാ കേട്ട് മോളെ നിങ്ങൾ തമ്മിൽ പ്രേമമാണെന്നൊക്കെ ഡാഡിക്ക് അറിയാം. അതുകൊണ്ട് ഡാഡിക്ക് കാണാൻ വേണ്ടി നിങ്ങൾ ആടിപ്പാടുന്നതിന്റെ 1 മിനിറ്റിൽ കഴിയാത്തൊരു വീഡിയോ ഡാഡിക്ക് അയച്ചു തരൂ പ്ലീസ്. നിന്റെ ഡാഡി അവിടെ മരുമോന് വേണ്ടി ഓഡിഷൻ നടത്തുന്നുണ്ടോ? അതല്ല, പിന്നെ എന്താ ഈ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ശരിയാത്തൊന്നുമില്ല മറ്റുള്ളവരുമായിട്ട് ഇടചേർന്ന് എനിക്ക് ഇവളുടെ ഡാഡി ഇപ്പൊ വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ഈ വീഡിയോ അയച്ചു കൊടുക്കുന്ന സമയത്ത് ഞാൻ ഇവളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഞാനാണ് കാമുകൻ എന്ന് മനസ്സിലാവും. സ്വത്തുവാകളൊന്നും എനിക്ക് കിട്ടാൻ വേണ്ടി പോകില്ല. തൽക്കാലം ഈ ഒരു വീഡിയോക്ക് വേണ്ടി മാത്രം ഒന്ന് അഭിനയിക്കാവോടാ? അതിന് പൊന്നടാ, നീ എന്റെ കൂട്ടുകാരനല്ലടാ. എടാ ഞാൻ നിനക്ക് കൊണ്ടുണ്ടാ, നിങ്ങൾ പ്രേമത്തിലുള്ള ചെന്ന് ആടി പൊളിക്കണം. അവൻ സമ്മതിച്ചു, ഇനി നീയും കൂടെ സമ്മതിച്ചാൽ നമുക്ക് ആ വീഡിയോ അങ്ങോട്ട് അയച്ചു കൊടുക്കാം. ഞാൻ സമ്മതിക്കുന്നതൊന്നുമില്ല. അന്യപുരുഷന്റെ മേത്ത് ഞാൻ തൊടത്തില്ല, എനിക്കിഷ്ടമല്ല. ചേട്ടൻ മാത്രം വന്നാ മതി. നടക്കത്തില്ല. അവള് പറഞ്ഞറിയുമോ, അന്യ പുരുഷന്മാരുടെ കൂടെ അവള് വീഡിയോ ചെയ്യല. ഇനിയിപ്പോ അവള് പാട്ടും പാടുകയല്ല, ഡാൻസും കളിക്കല്ല, പിന്നെ എന്ത് ചെയ്യൂടാ നമ്മള്? നമ്മൾ എന്നാ ചെയ്യും? അഭിനയിച്ചത് മതി. സോറി. എടാ അഭിനയിച്ചത് മതിടാ. നല്ല രസമാ. 2 പേരും നല്ല മുതുക്ക് കൂത്താട്ടം. എന്താ പറയാ ഞാൻ? അവരല്ല പിന്നെ അവളെന്റെ മനസ്സ് കീഴടക്കി കഴിഞ്ഞ്. സത്യം. എങ്ങനെ? ആ ഒരു പാട്ടോടുകൂടി അവളെന്റെ ആയ. അവൻ പറഞ്ഞത് കേട്ടാ, ഒറ്റ പാട്ടോട് കൂടി അവൻ നിന്റെ ആയെന്ന്. അവൻ എന്റെ അല്ല, എന്റേത് അവനായി, അവൻ എനിക്കായി, ഞങ്ങൾക്ക് മോനായി. നീ പറഞ്ഞ സത്യം തന്നെയാണടി. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്ന എന്നെ രക്ഷിച്ചത് ഞാനാ. എനിക്കിട്ട് തന്നെ നീ കുഴപ്പമില്ലടാ. നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിന്ന പോലെ അതിന്റെ മണ്ടയ്ക്ക് കയറി നിൽക്ക്. ഏതെങ്കിലും ഒരുത്ത് വന്ന് നിന്നെ രക്ഷിക്കും. പാവമുണ്ടോ, അവൻ സങ്കടം കൊണ്ട് കരയുന്നുണ്ടോ? എടാ 5 വർഷമായിട്ട് ഇവന്റെ കൂടെ ഉണ്ട്. ആരൊക്കെ തല കെട്ടിവെക്കാൻ നോക്കിന്നറിയാമോ? ഒരാളും ഏറ്റെടുത്തില്ല. ഇപ്പൊ ഏറ്റെടുത്തത് നീയാ. മോനെ, ഈ സൂയിസൈഡ് പോയിന്റ് താഴെ ചാടിയ പെട്ടെന്ന് അങ്ങ് ചാകും. പക്ഷെ ഈ ഐറ്റത്തിന്റെ കൂടെ കൂടിയ നരകിച്ച് ചാകാം. മെസ്സേജ് വന്നതാണോ? അല്ല, പിന്നെ അദ്ദേഹം എന്റെ മനസ്സിലോട്ട് കേറിയതാ. നല്ലൊരു കൈഡി, നല്ല ഉഷാറായിട്ടുള്ളൊരു കൈഡി. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ഇന്ന് നമ്മുടെ ഓഡിയൻസ് ആയിട്ട് വന്നിരിക്കുന്ന വിഷ്ണുവിന്റെ അച്ഛനും അമ്മയും ഉണ്ട്, വിഷ്ണുവിന്റെ ഫാമിലി ഉണ്ട്, നാട്ടുകാരും ഉണ്ട് കേട്ടോ. ചേട്ടാ, ഞാൻ നിങ്ങളുടെ എനർജിക്ക് തന്നെ ആദ്യം ഒരു കൈഡി ആയിരുന്നു. ഉഗ്രൻ എനർജി ആയിരുന്നു കേട്ടോ.
നല്ല വൈബായിരുന്നു. 3 പേരുടെ പെർഫോമൻസ് എന്ന് പറയുന്നത് കിഡിലുമായിരുന്നു കേട്ടോ. ഷജീർ അടിപൊളിയായിരുന്നു. ഞാൻ ചിത്ത നിങ്ങളെ എടുത്തു പറയാം, നിങ്ങൾ ഇതിനകത്ത് അറമാദിക്കായിരുന്നു. വിഷ്ണു, ഞാൻ ഒന്നാമത് നിങ്ങളുടെ നാട്ടുകാരും അച്ഛനും അമ്മയും ഇരിക്കിച്ചത് പറയില്ല, വിഷ്ണുവിൻ്റെ പെർഫോമൻസ് നമ്മൾ ആദ്യം മുതൽ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ വിഷ്ണു ഇപ്പോൾ നല്ല റേഞ്ചിൽ നല്ല പക്വതയുള്ള ഒരു ആർട്ടിസ്റ്റായി മാറുന്നുണ്ട്. നല്ല ഗംഭീരമായിട്ട് പോട്ടെ. നിങ്ങൾ ഇനിയും ഒരുപാട് നല്ല സ്കിറ്റുകൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നു. 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ചേട്ടാ വളരെ ലൈറ്റായിട്ടുള്ളൊരു സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അത് നിങ്ങളുടെ 3 പേരുടെയും പെർഫോമൻസ് കൊണ്ട് നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു നല്ല വിരുന്നായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായം. വിഷ്ണുവിൻ്റെ അച്ഛനും അമ്മയുണ്ടല്ലോ. അച്ഛൻ്റെ പേരെന്താണ് വിഷ്ണു? രാജു. അമ്മയുടെ പേര്? 2 പേർക്കും നമസ്കാരം. തീർച്ചയായിട്ടും പ്ലീസ് ഒന്ന് ചെല്ലു, നമുക്കൊന്ന് കാണാം. നമസ്കാരം 2 പേർക്കും നമസ്കാരം. എന്തായാലും നിങ്ങളെ 2 പേരെ കൂടി വിഷ്ണുവിൻ്റെ ഒപ്പം നമുക്കിവിടെ കണ്ടതിൽ വളരെയധികം സന്തോഷമുണ്ട്. വിഷ്ണു ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു മെയിൻ ആളാണ് വിഷ്ണു. ഒരുപാട് നല്ല നല്ല സ്കിറ്റുകൾ ഇവിടെ ചെയ്യുന്നുണ്ട്. ഇനി ഒരുപാട് വളരാനുള്ള ഒരാളാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഒരു വലിയ ഹായ് കേട്ടോ. വളരെ സന്തോഷം എല്ലാവരും കാണാൻ പറ്റിയതിൽ. പിന്നെ ഇനിയിപ്പം സ്കിറ്റിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ചിത്ത, ലവ് യു ചക്കരെ. എന്തൊരു പെർഫോമൻസ് ആയിരുന്നു. ചിത്തൻ്റെ ഒരു ഒറ്റയാൾ പരിപാടിയിൽ നമ്മളിങ്ങനെ ചിരിച്ചു മറയായിരുന്നു. ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല എന്തായാലും ഇങ്ങനെ ഒരു വൈബ്രേഷൻ വരുമ്പോൾ ഇങ്ങനൊരു പാവയുടെ അടി, അതിനൊപ്പം ചിത്തൻ്റെ ഒരു തലയിട്ടാട്ടും മൊത്തത്തിലുള്ള ഒരു ഗെറ്റപ്പും എല്ലാം കൊണ്ട് നമ്മൾ ചിരിച്ചു മറിഞ്ഞെന്നുള്ളതാണ്. ഒരിക്കൽ കൂടി വിഷ്ണുവിൻ്റെ അച്ഛനും കേട്ടോ നമസ്കാരം. താങ്ക് യു സോ മച്ച്. കാണാൻ പറ്റിയത് താങ്ക് യു ഷാൻ ചേട്ടാ. സ്കിറ്റിൻ്റെ അകത്ത് സത്യം പറഞ്ഞാൽ ചിത്തൻ്റെ ആ പോർഷൻസിലാണ് നമുക്കൊന്ന് ചിരിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ഉള്ളത്. കുറച്ചുകൂടിയൊക്കെ ചിരിപ്പിച്ച് കളിച്ചെടുക്കാൻ പറ്റുന്നൊരു സാധനമായിരുന്നു. സാരമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം പിടിക്കാം. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ മാർക്ക് ചോദിക്കുന്നതിന് മുമ്പ് അച്ഛാ അമ്മ ഒത്തിരി സന്തോഷം. അപ്പോൾ ഇനി അവിടെ പോയിരുന്ന ഇവർക്ക് എത്ര കിട്ടുന്നത് മാർക്ക് കിട്ടുന്നത് കണ്ടോ. അപ്പോൾ നാട്ടിലുള്ള എല്ലാവരോടും ഞങ്ങളുടെ അന്വേഷണം പറയണം. ഓക്കെ, താങ്ക് യു. അവിടെ ഈ പെർഫോമൻസിൻ്റെ മാർക്സിലേക്ക് പോവാം. പ്രചോദേട്ടാ, ഞാൻ ഒരു 10 രൂപ കൊടുത്തു. 10,000 രൂപ. ഞാനൊരു 8 രൂപ കൊടുത്തു. ഇപ്പൊ ടോട്ടൽ 18 രൂപ. 18,000 രൂപ ആയിട്ടുണ്ട് ഷാജ ചേട്ടാ. അപ്പൊ ഞാൻ ബാലൻസ് ടോട്ടൽ എമൗണ്ട് 35,000 രൂപ. ഓക്കെ, ഇതൊരു തുടക്കമായിട്ട് കണ്ടാൽ മതി. 35,000-ലൊന്നും നിൽക്കരുത്. 75, 1 ലക്ഷം ഒക്കെ ആയിട്ട് അത്രയും കിടിലൻ സ്കിറ്റുമായിട്ട് വരണം. ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പൊ ഒരുപാട് ചിരിച്ചു. തൽക്കാലം ഇന്നത്തെ ചിരിക്കൊക്കെ വിടാ. നമുക്ക് അടുത്ത എപ്പിസോഡ് ഉഷാറായിട്ട് കാണാം, ഉഷാറായിട്ട് ചിരിക്കാം. അപ്പൊ അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം ഗുഡ് നൈറ്റ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.